So this is our first unit, glimpses of greatness. കേരള സിലബസിൽ 10th ചെയ്തവർക്ക് അറിയാം നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? ഗ്ലിംസസ് ഓഫ് ഗ്രീൻ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്നുള്ളതായിരുന്നു എന്നാണ് നമ്മുടെ +1 ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. And that particular name greatness എന്ന് പറയുന്നത്, that word greatness എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മൊത്തം ഗ്രേറ്റ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാനും ഒരുപാട് കഥകൾ പറയാനും ഉള്ള ഒരു അവസരമാണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. എത്തിനോട്ടമാണ് അല്ലെ, നമ്മൾ ഉയരങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. So shall we begin? Okay, ഇവിടെ നമുക്ക് വിൻസ്റ്റൺ ചർച്ചിലിന്റെ പുതിയ ഒരു കോട്ട് തന്നിട്ടാണ് നമ്മുടെ യൂണിറ്റ് ബിഗിൻ ചെയ്യുന്നത്. വിൻസ്റ്റൺ ചർച്ചിൽ ആരായിരുന്നു? Anyone please? Who was Winston Churchill? ഫോർമർ ബ്രിട്ടീഷിലെ പ്രസിഡന്റ് ആയിരുന്നു. ആരെന്ന് പറയുന്നത്? വിൻസ്റ്റൺ ചർച്ചിൽ. So let's see. So success is not final, failure is not fatal. Success is not final, failure is not fatal. It is the courage to continue that counts. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? സക്സസ് എന്ന് പറയുന്നത് ഫൈനൽ അല്ല. നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തു, ഞാൻ സക്സൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിർത്തുന്നതിലല്ല കാര്യം. അത് ഫൈനൽ അല്ല. അപ്പൊ നിങ്ങൾ 10th പാസ് ചെയ്തു, നിങ്ങൾക്ക് നല്ല റാങ്കോട് കൂടി തന്നെ, നല്ല മാർക്കോട് കൂടി തന്നെ 10th നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്ക് സക്സസ് ആയി, ഞാൻ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പാടുണ്ടോ? ഇല്ല. യു ഹാവ് ടു ഗോ അഹെഡ് അഗൈൻ. സോ അതാ പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് ഫൈനൽ അല്ല. അതുപോലെ തന്നെ ഫെയിലിയർ ഇസ് നോട്ട് ഫേറ്റൽ. ഫെയിലിയർ ആയി പോയി അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഭയങ്കര ഡെസ്പായിട്ട് കാണാതെ, അത് എന്റെ അവസാനമാണ് എന്ന് വിചാരിക്കാതെ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. സോ ഇവിടെ പറയുന്നത്, വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത് സക്സസ് ഇസ് നോട്ട് ഫൈനൽ. അതുപോലെ തന്നെ ഫെയിലിയർ എന്ന് പറയുന്നത് ഫേറ്റലും അല്ല. നമ്മൾ പലയിടത്തും കാണാറുണ്ട്, തോറ്റുപോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും മനസ്സ് തിരിച്ചു പോകുന്നവരും ഉണ്ടാവും ഫെയിലിയറിന്റെ കാരണത്താൽ. പക്ഷെ അതല്ല നമ്മൾ ചെയ്യുന്നത്. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും അതിന്റെ അവസാനമല്ല. പിന്നെ എന്താണ് സക്സസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ കറേജ് ടു കൗണ്ട് ദാറ്റ് കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. അല്ലെ, എന്താണ്? ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ സക്സസ് ലഭിച്ചു എന്ന് വിചാരിച്ച് നിർത്തുകയല്ല, അവിടുന്ന് വീണ്ടും വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഫെയിലിയർ എന്ന് പറഞ്ഞ് ഇതെന്റെ വിധിയാണ് അല്ലെങ്കിൽ ഇതെന്റെ അവസാനമാണ് വിചാരിച്ച് അവിടെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. വീണ്ടും മുന്നോട്ട് പോവുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. ആ ധൈര്യത്തോടെ കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് സക്സസ്. സോ സക്സസ് ഇസ് the courage to move forward എന്നാണ് ആര് പറഞ്ഞേ? വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞേ. So we'll read through the about the unit. Success is undoubtedly the fruit of perseverance. Okay. So what is perseverance? Success is undoubtedly the fruit of perseverance എന്നാണ് പറഞ്ഞേ. So what is perseverance? Yes. Continuous ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഫ്രൂട്ട് ആണ് എന്തെന്ന് പറയുന്നത്? സക്സസ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സക്സസ് ഇസ് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസീവിയറൻസ്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ അഗെയിൻ എന്നാണ് പറയുക അല്ലെ. നമുക്കൊരു കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാണ് പറയുന്നത്. സോ ഈ ഒരു വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതിനെയാണ് പെർസീവിയറൻസ്. ആൻഡ് ഓൾവേസ് സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ വരുള്ളൂ? നമുക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് കിട്ടുകയുള്ളൂ എന്നാണ് ഈ യൂണിറ്റ് പറഞ്ഞു തുടങ്ങുന്നത്. സോ ഓൾ ടുഗെദർ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും. ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സക്സസ്, ഗ്രേറ്റ്നെസ്, ഹൈറ്റ്, കറേജ് ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റോറീസ്, കുറച്ച് പേഴ്സണാലിറ്റീസിനെ നമ്മൾ പരിചയപ്പെടുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ വിൽ മൂവ് ഓൺ. ദി ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് others can inspire us and we in turn can be an inspiration to many. അല്ലെ, ചില വ്യക്തികളുടെ സ്റ്റോറീസ് കേട്ടുകൊണ്ട് നമുക്ക് ഇൻസ്പിറേഷൻ ആവാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും ഇല്ലേ?
നിങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും. അത്തരത്തില് ചിലവർക്ക് നമ്മുടെ ഇൻസ്പിറേഷൻ ആവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചിലർക്ക് വേണ്ടിയിട്ട് എന്താവാൻ പറ്റും, ഇൻസ്പയർ ആവും. നമ്മൾ നല്ലൊരു ഹൈറ്റ്സിലൊക്കെ എത്തി നമ്മൾ നല്ല കരിയർ ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ ചിലർ പറയും അവരെ പോലെ നമ്മളിൽ നിന്നും അവരെന്ത് ചെയ്യും, ഇൻസ്പിറേഷൻസ് എടുക്കും അല്ലെ. So the great achievements of others can inspire us and we in turn can be an inspiration to many. So now this first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. It throws light on the qualities that are to be developed so as to become successful in life. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തൊക്കെയാണ്, കുറച്ച് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഉണ്ട്. സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ച് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഒരു വ്യക്തിയുടെ കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കുറച്ച് ചിട്ടകളും കാര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, സക്സസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നമ്മളെ രൂപീകരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഹോൾ യൂണിറ്റ് പറയുന്നത്. ഇനി ഈ യൂണിറ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇൻക്ലൂഡ്സ് anecdote from the life of Abraham Lincoln, AIDS first speech എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്, AIDS first speech. That is an anecdote from the life of Abraham Lincoln. Anecdote എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോർട്ട് സ്റ്റോറി ഫ്രം about a real incident. ഒരു ശരിക്കും നടന്നിട്ടുള്ള ഒരു കാര്യം, റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്തെന്ന് പറയുന്നത്, അനക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള അനക്ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് ഉള്ള ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ് എന്തെന്ന് പറയുന്നത്, എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, there is a story by Flaherty, his first flight. Then we have a speech by Dr. APJ Abdul Kalam, and that is I Will Fly. And we have a profile of Stephen Hawking. Who is Stephen Hawking? കേട്ടിട്ടുണ്ടാവും അല്ലെ, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. യെസ്, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ക്വസ്റ്റ് ഫോർ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം. ഓക്കെ, ഇത്രയും പോർഷൻസ് ആണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് വരുന്നത്. എല്ലാം ഓൾമോസ്റ്റ് ഷോർട്ട് ആണ്, എല്ലാം ഒരുപാട് വലുതൊന്നും ഇതിനകത്ത് ഇല്ല, സിമ്പിൾ ആയിട്ടുള്ളതാണ്, രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. Is that clear? So this is an introduction to your unit, Glimpses of Greatness. And the quote is, success is not final, failure is not fatal, it is the courage to continue that counts. And that was written by Winston Churchill. So shall we move on? So ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണ് തന്നിട്ടുള്ളത്. It's about some ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് എ ഗ്രേറ്റ് പേഴ്സൺ എന്നുള്ളത്, ഇത് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൽ ജസ്റ്റ് ഗോ റഫ് ആയിട്ട് ഇതിലും പോവാം. Some are born great, some achieve greatness, some have greatness thrust upon them. വില്യം ഷേക്സ്പിയർ പറഞ്ഞതാണ്. Is greatness an innate trait? Is it acquired by the successful or thrust upon them? Discuss. So first ഇവിടെ എഴുതിയിരിക്കുന്ന വില്യം ഷേക്സ്പിയറിന്റെ കോട്ട് എന്താണ് പറയുന്നത്, അതിലെന്താ പറയുന്നത്, some are born great, ചിലര് ജനിക്കുമ്പോഴേ ഭയങ്കര ഗ്രേറ്റ് മഹാന്മാരായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. Some achieve greatness, പക്ഷെ ചിലരാകട്ടെ ജീവിതത്തിന്റെ യാത്രയിൽ ഇടയ്ക്ക് എന്താണ്, അവര് മഹാന്മാർ അല്ലെങ്കിൽ സക്സസ് അറ്റൈൻ ചെയ്യുന്നവരാണ്. അതുമല്ല വേറെ ചിലരാവട്ടെ, some have greatness thrust upon them, ചിലരിൽ എന്താണ് ഈ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ വലിയ മഹാന്മാരായി എന്നുള്ളത് അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ആര് പറയുന്നത്, വില്യം ഷേക്സ്പിയർ പറയുന്നത്. സോ അത് ട്രൂ ആണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. Is greatness innate? ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ് ആണോ ഗ്രേറ്റ്നെസ് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതോ ഡ്യൂ കോഴ്സിനിടയ്ക്ക്, നമ്മുടെ ലൈഫിന്റെ ഒരു കോഴ്സിനിടയ്ക്ക്, അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനിടയ്ക്ക് സംഭവിച്ചു പോകുന്നതാണോ ഗ്രേറ്റ്നെസ്, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചമർത്തുന്നതാണോ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്? What is your opinion about that? Someone please unmute and speak. What is your opinion?
ഓക്കെ, അങ്ങനെയാണ് സനയുടെ ടേക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഡ്യൂ കോഴ്സിന്റെ ഇടയ്ക്ക്, നമ്മുടെ ലൈഫിന്റെ കോഴ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നതാണ് സക്സസ് എന്നാണ് സന പറയുന്നത്. ആർക്കെങ്കിലും വേറെ ഒപ്പീനിയൻസ് ഉണ്ടോ? ഓക്കെ സന, ദാറ്റ് ഈസ് കറക്റ്റ്. പിന്നെ വേറെ ആർക്കാണ് വേറെ ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഫാരിസ തസ്നയും സനയോടൊപ്പം ചേരാണ്, സെയിം ഒപ്പീനിയൻ ആണുള്ളത്. ഓക്കെ, വെറൈറ്റി ഒപ്പീനിയൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ചിലര് ബോൺ വിത്ത് ഗ്രേറ്റ്നെസ് ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ് നമ്മളിലേക്ക് ഇമ്പോസ് ചെയ്യുന്നതാണ് എന്ന ഒപ്പീനിയൻ ഉള്ള ആരെങ്കിലും? നോ. ഓക്കെ ഫൈൻ. സോ സന പറഞ്ഞതുപോലെ തന്നെ നോ മിസ്റ്റേക്ക്. ഓക്കെ ഫൈൻ. സോ ഇതിൽ പറഞ്ഞതിൽ പോലെ തന്നെ യൂഷ്വലി സംഭവിക്കുന്നത് നമ്മൾ അച്ചീവ് ചെയ്യാണ് അല്ലെ, നമ്മൾ നമ്മളെ ലൈഫിന്റെ കോഴ്സിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാണ് ത്രൂ ഹാർഡ് വർക്ക്, ത്രൂ പെർസീവിയറൻസ്, ത്രൂ കറേജ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്നത്. പക്ഷെ ചിലര് ബോൺ വിത്ത് ഗ്രേറ്റ്നെസ് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു രാജകുടുംബത്തിൽ, ഐ മീൻ രാജാവിന്റെ മകനായി ജനിച്ച ആള് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത അനന്തരാവകാശിയായി വരുന്ന സമയത്ത് ഹി ഇസ് ബോൺ ഓൾറെഡി വിത്ത് ഗ്രേറ്റ്നെസ്. അങ്ങനെ ചില കേസുകളൊക്കെ കാണാം അല്ലെ? ഇടയ്ക്ക് അങ്ങനെ കാണാറില്ലേ? ഇപ്പൊ നമുക്ക് രാജകുടുംബം അങ്ങനെ ഭരണങ്ങളൊന്നും ഇല്ല, പക്ഷെ അങ്ങനെ ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയർ ടു ദ തോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. സോ ദാറ്റ് ഇസ് സക്സസ്, ഓൾറെഡി ബോൺ വിത്ത് സക്സസ് എന്നുള്ളത് ആണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, അതുകൊണ്ടായിരിക്കും ഷേക്സ്പിയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. എനിവേ, നമ്മുടെ ഒരു ചുറ്റുപാടിൽ നമ്മൾ കൂടുതലും കാണുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റ്നെസ് ഹാർഡ് വർക്കിലൂടെ തന്നെ അച്ചീവ് ചെയ്ത് വരുന്നവരെയാണ് നമ്മൾ പൊതുവെ കാണുന്നത്. So we'll now look into the second activity. അവിടെ എന്താ പറയുന്നത്? What qualities make people great? Discuss with your friends and write them in the boxes below. So ഇവിടെ what qualities make people great? നമ്മൾ പറഞ്ഞു ഹാർഡ് വർക്ക് അച്ചീവ് ചെയ്ത്, കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു പേഴ്സണിനെ ഗ്രേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ മഹാനാക്കണമെങ്കിൽ അല്ലെങ്കിൽ സക്സസിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് ഹി റിക്വയർസ്? ആ വ്യക്തിക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തെല്ലാമാണ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി രണ്ടെണ്ണം തന്നിട്ടുണ്ട്, ഹാർഡ് വർക്ക് ആൻഡ് പെർസീവിയറൻസ്. വേറെ എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് വേണ്ടി വരിക? യു ക്യാൻ either comment or you can just speak up. Confidence is required, necessary ആയിട്ടുള്ള കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഡെഡിക്കേഷൻ is important. Come on. Next, kindness. Kindness വേണം. Sincerity. Yes. വേറെ forgiveness. എപ്പോഴും forgiveness ഒക്കെ ഉണ്ടായാലോ, ഒരു ബിസിനസ് ഒക്കെ ആവുമ്പോ എപ്പോഴും forgiveness ഉണ്ടായാലൊക്കെ ചിലപ്പോൾ പ്രശ്നമാവും. forgiveness വേണം. ടോളറേഷൻ വേണം. ambitious ആയിരിക്കണം. of course ambitious ആയിരിക്കണം. നമുക്കൊരു ambitionും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് എന്തിനോടും വർക്ക് ചെയ്യാൻ തന്നെ നമുക്ക് താല്പര്യമുണ്ട്. സാക്രിഫൈസ് വേണം, കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പേഷ്യൻസ് വേണം. യെസ്. കറേജ്, ഡ്രീം, ഒപ്റ്റിമിസം, വിൽ പവർ. വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. സോ നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അവിടെ ഈ ബോക്സിൽ കൊള്ളുന്ന മാത്രമല്ല, എക്സ്ട്രാ ഉള്ളത് നിങ്ങൾക്ക് സൈഡിൽ എഴുതി വെക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് എപ്പോൾ ഉപയോഗിക്കാന്നറിയോ? നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരേ വേർഡ് എപ്പോഴും, അതായത് ഹാർഡ് വർക്ക് തന്നെ വേണം, അല്ലെങ്കിൽ കറേജിയസ് ആയിരിക്കണം, പെർസീവറൻസ് വേണമെന്ന് എല്ലാ എസ്സേയിലും എല്ലാ ആൻസറിലും കണ്ടിന്യൂസ് ആയിട്ട് എഴുതി വെക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേർഡ്സ് എല്ലാം മാറ്റി കൊടുത്തിട്ട് വെറൈറ്റി ആക്കിയിട്ട് എഴുതാം. ഓക്കെ, സോ ഇങ്ങനത്തെ വേർഡ്സുകളെല്ലാം നിങ്ങൾ ഒരു സൈഡിൽ എഴുതി വെക്കുക. ഓൾറെഡി നമുക്കിപ്പോൾ ഒരുപാട് വേർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. So shall we move to the third one? അത് ക്ലിയർ അല്ലേ? ആ ആക്ടിവിറ്റി ക്ലിയർ അല്ലേ? തേർഡിൽ എന്താ പറയുന്നേ? they have given us an image അല്ലെ? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് നമുക്ക്. What is that picture about? We strive to reach heights, achieve greatness and be successful in life, but at sometimes it seems difficult. Now look at the picture given below, and what thoughts and feelings does it evoke in you? Give a suitable caption to the picture. Have you had any similar experience? If so, share it with your friends. So ഇവിടെ പറയുന്നത് we strive to reach heights എന്നാ പറയുന്നത്. സ്ട്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? we try hard അല്ലെ? നമ്മൾ സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് we try hard, നമ്മൾ കഷ്ടപ്പെടുന്നതിനെയാണ് സ്ട്രൈവ് ചെയ്ത് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഹൈറ്റ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്ട്രൈവ് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് നമ്മൾ സക്സസ് അച്ചീവ് ചെയ്യാറുമുണ്ട്. പക്ഷെ ചില സമയത്ത് എന്താണ്,
അവിടെ കുറെ പാളിച്ചകളൊക്കെ സംഭവിക്കാം അല്ലെ, ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് ഒക്കെ സംഭവിക്കാം. കുറച്ച് ഡിഫിക്കൽട്ടും ആണ് അങ്ങനെ എത്തിപ്പെടുക എന്നുള്ളത്, isn't it? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് നോക്കിയേ. What do you think about that? What are your thoughts and feelings about this particular image? So I'll call one person and that particular person should give me your thoughts and feelings. Is it okay? So Lalu Krishna, are you there online? Okay. Lalu, മോൻ ഈ പിക്ചർ കാണുമ്പോൾ what are your thoughts and feelings? Okay, lack of courage. പിന്നെ ഉന്തി തള്ളി വിടുകയാണ്. Okay, fine. Okay, thank you Lalu. പിന്നെ വേറെ ആർക്കെങ്കിലും നെക്സ്റ്റ് someone else? Yeah, lack of confidence. അത് ആരായിരുന്നു പറഞ്ഞേ? സ്നേഹ ജോൺ. Okay, very good സ്നേഹ ജോൺ. Lack of confidence. അപ്പൊ lack of confidence, courage ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരാൾ നമ്മളെ പുഷ് ചെയ്യാണ് അല്ലെ, പോവാൻ വേണ്ടിയിട്ട്. അത് പോയി അവതരിപ്പിക്കുക, പരിപാടി പോയി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവിടെ പുഷ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. So we have seen lack of confidence and lack of courage. So നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടോ മുന്നേ? Anyone of you? Yes, ഒരുപാട് പേരുണ്ട് അല്ലെ. അത് സ്വാഭാവികമാണ്. അങ്ങനെ ഈ ഒരു പ്രയാസങ്ങളിലെല്ലാം കടന്നു പോയതിനു ശേഷം നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഗ്രേറ്റ്നെസ് ആയിരിക്കും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗ്രേറ്റ്നെസ് അല്ലെ. സോ യു ഹാവ് ടു സ്ട്രൈവ് ഹാർഡ്. ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസും ലാക്ക് ഓഫ് കറേജും ഉള്ളവർ എന്ത് ചെയ്യണം? അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നിങ്ങൾ തന്നെ, ഇപ്പൊ ആരെങ്കിലും നിങ്ങൾ പുഷ് ചെയ്യുകയാണെങ്കിലും ആ പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുക, എന്നിട്ട് വർക്ക് ചെയ്തിട്ട് യു ഹാവ് ടു കം ഇൻ ടു ഫോർഫ്രണ്ട്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് തന്നെ വരണം. ഇസ് ദാറ്റ് ഓക്കെ? സോ അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള യൂണിറ്റ് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. സോ ഷാൽ വി കണ്ടിന്യൂ? We'll move to the first chapter. So what was our first chapter about? നമ്മൾ പറഞ്ഞു എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു അനക്ഡോട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. So who was Abraham Lincoln? Abraham Lincoln ആരായിരുന്നു? Was Abraham Lincoln? He was the 16th president of US. Yeah, he was 16th president of US. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. He was the 16th president ആയിരുന്നു കേട്ടോ. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1861 മുതലായിരുന്നു. And 1865 he was assassinated. Assassinated എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he was killed. അല്ലെ, മർഡർ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. സോ 1861 മുതൽ 1865 വരെയായിരുന്നു എബ്രഹാം ലിങ്കന്റെ പീരീഡ്. ഹി വാസ് ദ 16th president of US. Is that clear? സോ ഇവിടെ പറയുന്ന and the chapterന്റെ നെയിം എന്താണ്? What's the chapter's name? Abe's first speech. ഏബ് എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കണിനെ ഷോർട്ട് ആയിട്ട് പെറ്റ് നെയിം എന്ന രീതിയിൽ പണ്ട് വിളിച്ചിരുന്ന പേരാണ് ഏബ് എന്ന് പറയുന്നത്. So Abe's first speech ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. How did Abraham Lincoln delivered his first speech? ആദ്യത്തെ പ്രസംഗം, ജീവിതത്തിലെ first speech. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, നിങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് സ്പീച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. സോ അതുപോലെ തന്നെ എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഫസ്റ്റ് സ്പീച്ച് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. So shall we read? Abraham Lincoln is one of the greatest of American statesmen. He is known for his celebrated speeches. Here is the story of his first speech as a little boy. So, his first speech was when he was a little boy. Abraham Lincoln, Abe ഒരു കുഞ്ഞു കുട്ടിയായ സമയത്ത്, little boy ആയിരുന്ന സമയത്താണ് his first speech കൊടുക്കുന്നത്. So we'll see how did he deliver. എങ്ങനെയാണ് സ്പീച്ച് കൊടുത്തത്? Was he courageous enough? ധൈര്യത്തോടെയാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത്? അതോ നമ്മളെയൊക്കെ പോലെ പേടിച്ച് പിന്മാറിയോ അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി വിട്ടിട്ടാണോ പ്രസംഗിക്കാൻ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ let us see. Okay. So Abe made his first speech when he was a boy, going barefoot, his trousers held up by one suspender and his shock of hair sticking through a hole in the crown of his cheap straw hat.
സോ ഇവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹൗ ഏബ് ലുക്ഡ്. എബ്രഹാം ലിങ്കൺ എങ്ങനെയായിരുന്നു. എബ്രഹാം ലിങ്കന്റെ ഒരു കോലവും ഭാവവും ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. He made his first speech when he was a boy. ഒരു ആൺകുട്ടി, ഒരു കുട്ടിയായിരിക്കുമ്പോഴാണ് അയാൾ ഫസ്റ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. He was going barefoot. Barefoot എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നപാതരായിട്ട് അല്ലെ, ചപ്പലൊന്നും ഇല്ലാതെ നടക്കുന്ന അവസ്ഥ തന്നെയാണ്. യെസ്, അതിനെയാണ് barefoot എന്ന് പറയുന്നത്. So he was going barefoot. barefoot എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താണ്? മേ ബി ഹി ഇസ് പുവർ അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടിയാണല്ലോ, ചെരുപ്പൊന്നും ഇടാതെ ഓടിക്കളിക്കുന്ന പ്രായമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Is that clear? Next we'll see. His trousers held up by one suspender and his shock of hair sticking through a hole in the crown of his cheap straw hat. So എങ്ങനെയായിരുന്നു trousers എങ്ങനെയാണെന്ന് പറഞ്ഞാൽ? It was held up by one suspender. എന്താണ് ഈ suspender എന്ന് പറയുന്നത്? ട്രൗസേഴ്സിൽ നിന്നും കണക്ട് ചെയ്തിട്ടുള്ള വള്ളി ഉണ്ടാവില്ലേ, നമ്മൾ ട്രൗസേഴ്സിന് ബക്കിൾസ് കൊടുക്കൂലേ, ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ വള്ളി ട്രൗസർ എന്നൊക്കെ പറഞ്ഞ് നടക്കൂലേ, ബാബാ സ്യൂട്ട്, അതിനെയാണ് ട്രൗസേഴ്സ് വിത്ത് സസ്പെൻഡർ. രണ്ട് സസ്പെൻഡേഴ്സും ഉണ്ടായിരുന്നു? ഇല്ല, ജസ്റ്റ് വൺ സസ്പെൻഡർ മാത്രമായിരുന്നു ആ ട്രൗസേഴ്സിനെ ഹെൽഡ് ചെയ്ത് നിന്നത്, അതിനെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ജസ്റ്റ് വൺ സസ്പെൻഡർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹി വാസ് സച്ച് എ poor boy. Abraham Lincoln was a poor boy എന്ന് മനസ്സിലാക്കണം. And what about his hat? His shock of hair sticking through a hole in the crown of his cheap straw hat. Cheap ആയിട്ടുള്ള straw hat ആണ്. straw എന്താണ്? What is straw? വൈക്കോലാണ്. സോ വൈക്കോല് കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ഹാറ്റ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് വൺ സസ്പെൻഡർ ഉള്ള ട്രൗസേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹി വാസ് barefoot. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹി വാസ് സച്ച് എ പുവർ ബോയ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ദാറ്റ് ടൈം, ആ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ഹി മെയ്ഡ് ഹിസ് വെരി ഫസ്റ്റ് സ്പീച്ച്. വിൽ മൂവ് ഓൺ. Abe, in company with his rail-splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud voice fellows who shouted at the top of his voice and waved his arms wildly. So, എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? He went. Abe was in company with his rail-splitting companion Dennis Hanks. So Dennis Hanks എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഏബിന് ഉണ്ടായിരുന്നു അല്ലെ. So they were the rail splitting companion. Rail splitting companion എന്ന് പറഞ്ഞാൽ എന്താണ്? Who is a rail splitter? ഈ വലിയ മരത്തടികളെ മുറിച്ച് പാകപ്പെടുത്തി എടുക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ rail splitters എന്ന് പറയുന്നത്. So he was working as a rail splitter. Abraham Lincoln worked as a rail splitter. ഇങ്ങനെ തടികളെല്ലാം മുറിച്ച് മാറ്റുന്നത്, മുറിച്ച് കഷ്ണം ലോഗ്സിനെ, വലിയ ലോഗ്സിനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എബ്രഹാം ലിങ്കൺ when he was a little boy. അവിടെ തന്റെ കൂട്ടുകാരനായിരുന്നു ഡെന്നിസ് ഹാങ്സ് എന്ന് പറയുന്നത്. സോ ഇവര് രണ്ടുപേരും they attended a political meeting which was addressed by a typical stump speaker. So എന്താണ് stump speaker? stump എന്താണ്? Stump, have you heard of stump before? Stump എന്നുള്ള വേർഡ് മുന്നേ കേട്ടിട്ടുണ്ടോ? Anyone? Stump എന്ന് പറയുന്നത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റംപ് കണ്ടിട്ടുണ്ടോ? സ്റ്റംപ് ഒക്കെ, അതൊക്കെയാണ് സ്റ്റംപ് എന്ന്. കുറച്ച് ഉയരത്തിലേക്ക് വെക്കുന്ന ഒരു സാധനത്തിനെയാണ് സ്റ്റംപ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പൊളിറ്റിക്കൽ മീറ്റിംഗ് ആണ്, സ്റ്റംപ് സ്പീക്കർ ആണ്. അപ്പൊ സ്റ്റംപ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്റ്റേജുകൾക്ക് പകരം എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബോക്സ് എല്ലാം പോലത്തെ ഒരു സാധനം കൊണ്ടുവന്നിടും, അതിന്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നു അവർ പ്രസംഗിച്ചിരുന്നത്. നമ്മൾ ഇന്ന് സ്റ്റേജ് എല്ലാം വെച്ച് സെറ്റ് ആക്കും, പക്ഷെ അതിന് പകരം അന്ന് അത്ര സ്റ്റേജ് ആയിട്ട് ഗ്രാൻഡ് ആക്കിയൊന്നും ചെയ്യില്ല. പകരം ചെറിയൊരു ബോക്സ്, കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് വെക്കും, അതിന്റെ മുകളിൽ കയറി നിന്നിട്ടായിരുന്നു സ്പീച്ച് എല്ലാം ഡെലിവറി ചെയ്തിരുന്നത്. അങ്ങനെ ഇങ്ങനെയുള്ള ബോക്സുകളുടെ മുകളിൽ, സ്റ്റമ്പുകളുടെ മുകളിൽ കയറി നിന്ന് സംസാരിക്കുന്നവരായിരുന്നു സ്റ്റംപ് സ്പീക്കർ എന്ന് പറയുന്നത്. സോ ഇവിടെ സ്റ്റംപ് സ്പീക്കർ ആരായിരുന്നു? ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പൊ പൊളിറ്റിക്കൽ മീറ്റിംഗിന്റെ ഇടയിലേക്ക് ആരെല്ലാമാണ് പോയത്? ഏബും ഡെന്നിസ് ഹാങ്സും കൂടെ പോയ സമയത്ത് they happened to see a political meeting. അവിടെ there was a man
ഒരു സ്റ്റംപ് സ്പീക്കർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. So he was listening to that loud voice stump speaker. So who shouted at the top of his voice and waved his arm widely. അപ്പൊ ആ സ്റ്റംപ് സ്പീക്കർ ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്, കൈയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ആക്ഷൻസ് എല്ലാം കാണിക്കുന്നത്, കൈയെല്ലാം കൊണ്ട് വേവ് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. At the conclusion of the speech, which did not meet the views either of Abe or Dennis, the latter declared that Abe could make a better speech than that. So Abe and Dennis was listening to the speech delivered by the stump speaker. Stump speaker പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു Abe and Dennis Hanks. എന്ത് സംഭവിച്ചു? ഇൻ ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച്, അല്ലെ, സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റംപ് സ്പീക്കറിന്റെ ഒപ്പീനിയനുമായിട്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റംപ് സ്പീക്കർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ആർക്ക് വിയോജിപ്പുണ്ടായിരുന്നു? Abe and Dennis had a different opinion about that. അവർ രണ്ടുപേരും അത് പൊളിറ്റിക്കൽ സ്പീക്കർ പറഞ്ഞ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Abe and Dennis റെഡി ആയിരുന്നില്ല, because they had a different opinion. And then the later declared that Abe could make a better speech than that. ഇവിടെ later എന്ന് പറയുന്നത് എന്താണ്? What do you mean by later? Later. later എന്താണ്? later, Dennis. Okay, Dennis ആണ് ഇവിടെ later എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ നമ്മൾ കൊടുക്കുക. later എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് മെൻഷൻ ചെയ്യുന്നത്? Anyone? So I'll tell you. ഇവിടെ നമുക്ക് Abe or Dennis. So here കൊടുത്തിട്ടുള്ളത് എന്താണ്? At the conclusion of the speech, which did not meet the views either of Abe or Dennis. Abeന്റെയോ ഡെന്നിസിന്റെയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേര്, Abe or Dennis എന്ന് പറഞ്ഞത്. And the later declared. അപ്പൊ later എന്ന് പറയുന്നത് the second ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെയാണ്, second ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തിനെയാണ് later എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസിൽ later എന്ന് പറയുന്നത് ആരെയായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡെന്നിസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഹഷ്മി ഓർ ഫാരിസ എന്ന് പറയുമ്പോൾ അവിടെ later ആരായിരിക്കും? ഫാരിസ ആയിരിക്കും later. ഐസ്ക്രീം ഓർ കോഫി എന്ന് പറയുമ്പോൾ അവിടുത്തെ later എന്ന് പറയുമ്പോൾ അവിടെ later ഏതായിരിക്കും? കോഫി ആയിരിക്കും. സോ ഇവിടെ ഒരു സെന്റൻസിൽ രണ്ട് കാര്യങ്ങൾ തന്നതിന് ശേഷം പിന്നെ later എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? later ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇവിടെ സെന്റൻസിൽ Dennis is the later. So the later അതായത് Dennis declared that Abe could make a better speech than that. Abeന് അല്ലെങ്കിൽ Abraham Lincoln ഒരു പക്ഷേ ആ പൊളിറ്റിക്കൽ സ്പീക്കറിനേക്കാളും സ്റ്റംപ് സ്പീക്കറിനേക്കാളും ഒത്തിരി നന്നായിട്ട് സ്പീച്ച് ചെയ്യാൻ കഴിയും എന്ന് ആരാണ് പറഞ്ഞത്? Dennis Hanks. Dennis Hanks was in full confidence about his friend. അല്ലെ, തന്റെ സുഹൃത്തിനെ പറ്റിയിട്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? എബ്രഹാം ലിങ്കൺ Abe എന്തായാലും ആ പൊളിറ്റിക്കൽ സ്പീക്കറിനേക്കാളും നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയും. Whereupon he got a dry goods box and called on Abe to reply to the campaign orator. Orator എന്ന് പറയുന്നത് ആരാണ്? പ്രാസംഗികനെയാണ് orator എന്ന് പറയുന്നത്. Orator എന്ന് പറഞ്ഞാൽ one who gives speech. പ്രാസംഗികൻ എന്നതാണ് oratorന്റെ മീനിങ് എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്തു? അത് പറഞ്ഞതും ഉടനെ തന്നെ ഡെന്നിസ് ഹാങ്സ് എന്ത് ചെയ്തു? ഒരു ഡ്രൈ ഗുഡ്സ് ബോക്സ്, അവിടെ കിടന്നിരുന്ന ഒരു ഗുഡ്സ് ബോക്സ് വലിച്ചെടുത്തിട്ട് അതിന്റെ മുകളിൽ ഏബിനോട് കയറി നിന്നിട്ട് നമ്മുടെ ക്യാമ്പയിൻ orator. Can't you see my screen? Okay. Little Abe threw his old straw hat on the ground and mounting the dry goods box delivered a speech which held the attention of the crowd and won him considerable applause. So what happened? അത് കേട്ടത് Abe എന്ത് ചെയ്തു? ആ ഡ്രൈ ഗുഡ്സ് ബോക്സിന്റെ മുകളിൽ കയറി നിന്ന് he threw his old straw hat on the ground. തന്റെ തലയിൽ ഉണ്ടായിരുന്ന ആ cheap straw hat നെ എല്ലാം വലിച്ചെറിഞ്ഞ് ബോക്സിന്റെ മുകളിൽ കയറി നിന്ന് he delivered a speech which held the attention of the crowd. So ആ സ്പീച്ച് കേട്ടിട്ട് എന്ത് സംഭവിച്ചു? It held the attention of the crowd. Held the attention of the crowd എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ അവിടെ കൂടിയിരുന്ന വ്യക്തികളെല്ലാം എന്താണ് തന്റെ സ്പീച്ച് ഭയങ്കര
ആകർഷിച്ച് and they were looking towards Abraham Lincoln. Even the campaign orator admitted that it was fine speech and answered every point in his oration. അവിടെ ആദ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്ന campaign orator പോലും എന്ത് പറഞ്ഞു? തന്റെ പ്രസംഗം, തന്റെ സ്പീച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ സംസാരിച്ചതിനെല്ലാം തന്നെ ഒരു മറുപടി ആയിട്ട് എല്ലാ പോയിന്റ്സിനും ഒരു ആൻസർ, ഒരു മറുപടി തന്നിട്ടും ഉണ്ടായിരുന്നു. and your oration was superb എന്ന് പറഞ്ഞു അല്ലെ. and it achieved many considerable applauses. applause എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യടികളും അംഗീകാരത്തിനൊക്കെയാണ് നമ്മൾ applause എന്ന് പറയുന്നത്. ഒരുപാട് കയ്യടികളെല്ലാം Abeന്റെ പ്രസംഗത്തിന് കിട്ടി when he was a little boy, and that was his very first speech. Dennis Hanks, who thought Abe was the greatest man who ever lived, was delighted, and he often spoke of how young Abe got the better of a trained campaign speaker. അപ്പോൾ തന്റെ ഫ്രണ്ട് ഇത്രയ്ക്ക് അടിപൊളിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഡെന്നിസ് ഹാങ്സ് എന്താണ് ചെയ്തത്? he was very proud of that അല്ലെ. തന്റെ ഫ്രണ്ട് എന്താണ് ഇത്രയും നല്ല ഗ്രേറ്റ് മാൻ ആണോ? and he was so delighted about that. Dennis Hanks was so proud and delighted about Abe's achievements, and he thought, how can Abe get much trained? Abe എങ്ങനെയാണ് ഇത്രയ്ക്ക് നല്ലൊരു trained speaker പോലെ സംസാരിച്ചത് എന്നതിനെ പറ്റിയിട്ട് he was so wondering. So that is a short story taken from the life of Abraham Lincoln, and that was how he delivered his first speech അല്ലെ. ഫസ്റ്റ് സ്പീച്ച് കൊടുത്ത സമയത്തുണ്ടായ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. So he was courageous. ഒരാൾ പറഞ്ഞു, ഡെന്നിസ് ഹാങ്സ് പറയണം നീ പോയി പ്രസംഗിക്കും, നീ അടിപൊളിയായിട്ട് എന്തായാലും പറയുമെന്ന് പറഞ്ഞ പാടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഏബ്രഹാം ലിങ്കൺ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്. So he didn't have the lack of confidence അല്ലെങ്കിൽ lack of courage ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല. പക്ഷെ അതിന് പകരം എന്തായിരുന്നു കണ്ടേ? he was courageous, he was confident അല്ലെ. ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കറേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡെന്നിസ് ഹാങ്സ് സജസ്റ്റ് ചെയ്തപ്പോഴേക്കും തന്നെ ഏബ്രഹാം ലിങ്കൺ മുന്നോട്ട് പോയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട പിക്ചർ പോലെയാണോ ഏബ്രഹാം ലിങ്കന്റെ ലൈഫ്? അല്ല, അവിടെ പേടിയുള്ള ഒരു കുട്ടീനെയാണ് കണ്ടത്. അവനെ പുഷ് ചെയ്ത് വിടുകയാണ് അല്ലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടാണ് ഏബ്രഹാം ലിങ്കന്റെ ലൈഫ് നമ്മൾ ഇവിടെ കണ്ടത്. So is that clear to all? Abraham Lincoln's life, is it clear? So Abe's first speech, is it clear to all? So അതിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് he was so poor, അത് മാർക്ക് ചെയ്ത കാര്യങ്ങളാണ്. his bare foot, അതുപോലെ തന്നെ one suspender ഉള്ള trouser with one suspender, his hair striking through the cheap straw hat. cheap ആയിട്ടുള്ള ഒരു straw hat ആണ്. അത് വെച്ചിട്ട് തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ എന്താണ് തന്റെ മുടികളുടെ ഇതെല്ലാം പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. so that mark he was so poor എന്ന് പറയുന്നുണ്ട്. പിന്നെ his friend, ആരായിരുന്നു friend? who was his friend? yeah, Dennis Hanks. friend എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നോ? he was so supportive, right? ഡെന്നിസ് ഹാങ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, and he was so proud and delighted about his friend also. അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് the stump speaker എന്നുള്ള ഒരു ടേം നമ്മൾ നോട്ട് ചെയ്യണം. rail splitting companion എന്നുള്ള പേര് നോട്ട് ചെയ്യണം. ആ ഒരു സംഭവം നോട്ട് ചെയ്യണം. പിന്നെ അതിൽ നോട്ട് ചെയ്യേണ്ടത് the campaign orator എന്ന് പറയുന്നത് നോട്ട് ചെയ്യണം. orator, oration, ഈ വേർഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങൾക്ക് ഇനി essays എഴുതുമ്പോഴോ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. okay, so I think that part is very much clear, isn't it? okay, so shall we move on? okay, അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത്. Abe's first speech എന്നത് that's a very short പോർഷൻ, ഭയങ്കര സിമ്പിളും ആണ്. അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് തന്നെ ഈ ഒരു സ്പീച്ചിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. ഇനി നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ആയിട്ടുള്ള വർക്കിലേക്കാണ്. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്താണ്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലിയാം ഹോ ഫ്ലഹർട്ടി.
സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പരിചയപ്പെട്ടത് ഒരു വ്യക്തിയെയാണ് അല്ലെ, പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് നമ്മൾ അവിടെ കാണിച്ചത്. ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള, ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു ലിറ്റിൽ ബോയ് ഹു ലേറ്റർ ബിക്കെയിം ദ പ്രസിഡന്റ് ഓഫ് US അല്ലെ. അത്രയും പാവപ്പെട്ട് റെയിൽ സ്പ്ലിറ്റിംഗ് എല്ലാം ചെയ്ത് നടന്നിരുന്ന ആ യങ് ബോയ് എങ്ങനെയാണ് പിന്നീട് പ്രസിഡന്റ് ആയിട്ട് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ആ ഒരു ഷോർട്ട് ലൈഫ് ഇൻസിഡന്റ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം he was so courageous, was so daring to do anything, he was so confident in himself. അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ എങ്ങനെ ഹൈറ്റ്സ് കീഴടക്കാൻ പോയിട്ടുള്ള ഒരു 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 സീഗളിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. So shall we read that? Okay, most of you might be knowing the story already. Still we'll move on. So this was written by, it is written by Liam Ho Flaherty. He is an Irish novelist. He is an Irish novelist. You can note down all these things. He was an Irish novelist. He is known for his short stories. ഈ ഷോർട്ട് സ്റ്റോറീസ് എല്ലാം പ്രത്യേകത എന്താ? ഷോർട്ട് സ്റ്റോറീസ് നോവൽസ് ഒക്കെ ഡിഫറെന്റ് ഉണ്ട്. ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത് ചെറിയ കഥകളായിരിക്കും ഉണ്ടാവുക, ഷോർട്ട് ആയിരിക്കും. ഒരു 2 മാക്സിമം പോയാൽ 3 pages ഒക്കെ എഴുതുന്ന സ്റ്റോറീസിനെയാണ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. നോവൽസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള, ലെങ്തി ആയിട്ടുള്ള വർക്കിനെയാണ് നോവൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നോവല്ല എന്ന് പറയുന്നതുണ്ട്. അത് കണ്ടാൽ നമുക്ക് ഷോർട്ട് സ്റ്റോറി ആണോ തോന്നും, അതോ നോവൽ ആണോ എന്നും ഡൗട്ട് അടിക്കുന്ന തരത്തിലുള്ള കുറച്ചും കൂടെ ഷോർട്ട് സ്റ്റോറിനേക്കാൾ കുറച്ചും കൂടെ പേജസ് ഉണ്ടാവും. എന്നാൽ നോവൽസിന്റെ അത്രയും പേജസ് വരത്തില്ല. അതിനെയാണ് നോവല്ല എന്ന് പറയുന്നത്. നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഹയർ സ്റ്റഡീസിന് ഇംഗ്ലീഷ് ഒക്കെ എടുത്ത് പോകുമ്പോഴാണ് നമുക്ക് നോവൽസും നോവല്ലാസും ഒക്കെ പഠിക്കാനുണ്ടാവുക. Okay, so this is a short story, and this guy Liam Ho Flaherty, this writer Liam Ho Flaherty is known for his short stories. He is an Irish novelist. Irelandil നിന്ന് വന്നിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആണ്. അതെന്ന് പറയുന്നത് Liam Ho Flaherty. So his works are noted for their psychological insights into life problems and the way of overcoming them. So usually അയാളുടെ ലൈഫ് സ്റ്റോറി അയാൾ എഴുതിയിട്ടുള്ള വർക്കുകളിലെല്ലാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തുണ്ടാവും? ടോപ്പിക്സ് ആണ് ഉണ്ടാവുക. സൈക്കോളജിക്കൽ ടോപ്പിക്സ് ആണ് കൂടുതലായിട്ടും വരാറുണ്ടാവുക. ഈ സൈക്കോളജിക്കൽ ടോപ്പിക്സ് എന്ന് പറയുമ്പം that usually deals with a common man's problem. സാധാരണ മനുഷ്യരിലെല്ലാം കാണപ്പെടുന്ന ലൈഫിൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതിനെ സൈക്കോളജിക്കലി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എന്നിട്ട് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഹിസ് വർക്ക്സിൽ തീമായിട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. And this story, his first flight, is also something regarding that. So we'll see. First of all, നമുക്ക് ടൈറ്റിൽ തന്നെ നോക്കാം. His first flight അല്ലെ. എന്താണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്? എന്താണ്? What is flight? ഹലോ, എയ്റോപ്ലെയിൻ എന്ന് പറയും. പിന്നെ വേറെ ഫ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, someone else? Okay, well, that is right. ഫ്ലൈ ചെയ്യുക എന്നുള്ളതിനെ തന്നെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയാം അല്ലെ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിന് പേ ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയാ. സംതിങ് റിലേറ്റഡ് ടു ഫ്ലൈ എന്നുള്ളത് തന്നെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഫ്ലൈ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഡു യു ഗെറ്റ് സംതിങ് റിഗാർഡിങ് സക്സസ് അല്ലെങ്കിൽ ഹൈറ്റ്സ് അച്ചീവ് ചെയ്യുക, ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുക എന്നുള്ള കണക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ? യെസ്, ഓക്കെ. സോ സെയിം ആയിട്ടുള്ള ഒരു ഹൈറ്റ്സ് അച്ചീവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ദ ടൈറ്റിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അവന്റെ ആദ്യത്തെ ഫ്ലൈറ്റ്. അപ്പൊ ഇവിടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫ്ലൈയിങ് തന്നെയാണ് അല്ലെ. ഹൗ ഡിഡ് ഹി ഫ്ലൈ ഫസ്റ്റ് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എയ്റ്റ്സ് ഫസ്റ്റ് സ്പീച്ച് ആയിരുന്നു. ആൻഡ് ഹിയർ ഇസ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇങ്ങനെയാണ് ആദ്യമായിട്ട് പറന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ലിയാം ഹോ ഫ്ലാഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്.
So we'll read it. It's a story of a young seagull that was afraid to make its first flight and how its parents guided it into action and thereby equipped it to face the challenges of life. So the story is about a young seagull. എന്താണ് seagull എന്ന് പറയുന്നത്? What is this? കടൽക്കാക്കേനെയാണ് സീഗൾ എന്ന് പറയുന്നത്. അതൊരു സീ ബേർഡ് ആണ് കടൽക്കാക്ക എന്ന് പറയുന്നത്. സീഗൾ, യങ് സീഗൾ, ഒരു കുട്ടിയായിട്ടുള്ള ഒരു സീഗളിന്റെ സ്റ്റോറിയാണ്. എന്തായിരുന്നു ഇവിടെ പറയുന്നത്? ഹി വാസ് afraid to make his first flight. ആദ്യമായിട്ട് പറക്കാൻ ഒരുപാട് പേടി തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സീഗളാണ്, സീഗളിന്റെ സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. And how its parents guided it into action. ഇങ്ങനെയാണ് പേരൻസ് അതിനെ guided meaning പ്രേരിപ്പിക്കുക കേട്ടോ. പറക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. എങ്ങനെ നമുക്ക് ഫിയറിനെ ഓവർകം ചെയ്യാം എന്നെല്ലാം തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടും. സോ ഷാൽ വി മൂവ് ഓൺ? ഓക്കെ ഓക്കെ, വിൽ റീഡ്. ഓക്കെ, ഫൈൻ. The young seagull was alone on his ledge. His two brothers and his sisters had already flown away the day before. So എന്താ പറയുന്നത്? The young seagull was all alone on his ledge. Ledge എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന പാറകളെയാണ് ledge എന്ന് പറയുന്നത്. എന്താണ്? ഉയർന്നു നിൽക്കുന്ന പാറകളെയാണ് ledge എന്ന് പറയുന്നത്. So our young seagull was all alone on that ledge. ആ ഒരു ഉയർന്ന പാറയുടെ പുറത്ത് ഒറ്റയ്ക്കായിരുന്നു ആര്? നമ്മുടെ young seagull എന്ന് പറയുന്നത്. And his two brothers and sisters. So siblings ഒക്കെ ഉണ്ട്. ആരൊക്കെയായിരുന്നു? Two brothers and sisters are siblings ആയിട്ടുണ്ട്. പക്ഷെ they have already flown away the day before. തൊട്ടടുത്ത മുന്നേ ഉള്ള ദിവസത്തിൽ തന്നെ അവര് പറന്നു പോയിട്ടുണ്ടായിരുന്നു. He had been afraid to fly with them. എന്തുകൊണ്ടാണ് നമ്മുടെ young seagull പോവാതിരുന്നത്? Because he was afraid to fly with them. അവരുടെ കൂടെ പറന്നു പോകാൻ പേടിയുള്ള തന്റെ two brothers and sisters-ന്റെ കൂടെ പറന്നു പോവാൻ പേടി തോന്നിയത് കൊണ്ടാണ് ആ ഉയർന്ന ledge-ന്റെ മുകളിൽ നമ്മുടെ young seagull was all alone there. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. He had tried. അവൻ try ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താ പറയുന്നത്? Somehow he had taken a little run forward to the brink of the ledge. Brink of the ledge എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഡ്ജിന്റെ അറ്റത്തേക്ക് വരെ, അഗ്രഭാഗത്തേക്ക് വരെ യങ് സീകൾ ഓടി പോയിട്ട് അവിടെ നിന്ന് പറക്കാൻ വേണ്ടി ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ അറ്റത്തെത്തി വിങ്സ് എല്ലാം തുറന്നു പിടിച്ചിട്ട് പറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ he become afraid. അവന് പേടി തോന്നുകയാണ്. The great expanse of sea stretched down beneath, and it was such a long way down, miles down. അപ്പൊ എന്താണ്? അവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ് സീകൾ കാണുന്നത്? There was a great expanse of sea. അല്ലെ? മുന്നിലേക്ക് പരന്നു കിടക്കുന്ന, അറ്റമില്ലാതെ പരന്നു കിടക്കുന്ന കടലാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്താണ്? And it was such a long way down, miles down. മൈലുകൾ കണക്കിന് എന്ത് മാത്രമേ നമ്മുടെ സീകളിന് കാണുന്നുള്ളൂ? കടൽ ഇങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ലെഡ്ജിന്റെ മുകളിൽ നിന്നും പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറന്നു പോവാൻ പേടി തോന്നുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ യങ് സീകൾ ആ ലെഡ്ജിൽ ഒറ്റപ്പെട്ടു പോയത്. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സിബ്ലിങ്സ് ആയിട്ടുള്ള two brothers and sister എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പറന്നു പോയിട്ടുണ്ട്. He felt certain that his wings would never support him, so he bent his head and ran away back to the little hole under the ledge where he slept all night. മാത്രമല്ല, അപ്പൊ അവിടെ അതിന്റെ അറ്റത്ത് വന്ന് നോക്കുമ്പോൾ കടല് കാണുന്നുണ്ട്, അപ്പൊ പേടി തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, Seagull was afraid that his wings might not support him. തന്റെ ചിറകുകൾ പറക്കാൻ വേണ്ടിയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നൊരു പേടി കൂടി യങ് സീഗളിനുള്ളത് കൊണ്ടാണ് സീഗൾ തന്റെ സിബ്ലിങ്സിന്റെ കൂടെ മുൻപ് തലേ ദിവസം തൊട്ട് മുന്നേ ഉള്ള ദിവസം പറന്നു പോവാതിരുന്നത്. അത് ക്ലിയർ ആണോ? So even when each of his brothers and his little sisters, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take the plunge which appeared to him so desperate.
അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? തന്റെ ബ്രദേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ചിറകുകള് തന്റെ ചിറകുകളെക്കാൾ ചെറുതും ഷോർട്ടറും ആയിരുന്നു. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തു? ആ ലെഡ്ജിന്റെ അറ്റത്തോട്ട് ഓടി വരുന്നുണ്ട്, അവിടെ നിന്ന് ഫ്ലാപ്പ് ചെയ്തിട്ട് പറന്നു പോകുന്നുണ്ട്. പക്ഷേ യങ് സീകളിന് അതെല്ലാം ഇത്രയും കരുത്തുണ്ട് എന്ന് തോന്നിയിട്ട് പോലും he was fearing that his wings might not support him to fly. തനിക്ക് പറക്കാൻ വേണ്ടിയിട്ട് തന്റെ വിങ്സ് സപ്പോർട്ട് ചെയ്യില്ലേ എന്ന് പേടിച്ച് ഇരിക്കുകയായിരുന്നു യങ് സീകൾ. അതുകൊണ്ടാണ് he couldn't fly. Is that clear? His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his legs unless he flew away. ഇനി ഫാദറും മദറും എന്താ ചെയ്തത്? ഫാദറും മദറും എല്ലാം നേരത്തെ സിസ്റ്ററിന്റെയും ബ്രദേഴ്സിന്റെയും കൂടെ ഓൾറെഡി പറന്നു പോയി. ആ ലെഡ്ജിൽ നിന്നും മറ്റൊരു ലെഡ്ജിലേക്ക് അവർ പറന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ട് ഇടയ്ക്ക് പാരന്റ്സ് വന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? they are scolding him, അല്ലേ? നിനക്ക് വേണമെങ്കിൽ പറന്നു വന്നു, അല്ലെങ്കിൽ നീ ഇവിടെ വിശന്ന് മരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, അല്ലെ? എങ്ങനെങ്കിലും തന്റെ മകനൊന്ന് പറന്നു കിട്ടിയിരുന്നെങ്കിൽ, പറന്ന പേടിയെല്ലാം മാറ്റി പറക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണിത്, അല്ലെ? Isn't it? നമുക്കും ഇടയ്ക്ക് അങ്ങനെയൊക്കെ കിട്ടാറില്ലേ? അതുപോലെ തന്നെ സീകളിന്റെ പേരൻസും ഇങ്ങനെ പറയാണ് ചെയ്യുന്നത്. But for the life of him he could not move. പക്ഷേ ജീവൻ ഉണ്ടെങ്കിൽ എന്താണ്? He cannot move. പേടി, അത്രമാത്രം പേടിയാണ് പറക്കാൻ. മുന്നിലേക്ക് നോക്കുമ്പോൾ അത്രയില്ലാത്തൊരു കടലും, പോരാത്തതിന് ഉള്ളിലൊരു എന്താണ്, ഒരു തോന്നലുമാണ്, അല്ലെ? എന്റെ വിങ്സ് എങ്ങാനും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയും. ഈ സെയിം സംഗതികൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നമുക്കും ഉണ്ടാവാറുണ്ട്. എനിക്ക് എങ്ങാനും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവിടെ പോയി എങ്ങാനും ആരെങ്കിലും ചിരിച്ചാലോ, അല്ലെ? നമ്മൾ ഒരു പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്നെ നോക്കി ആരെങ്കിലും ചിരിച്ചാലോ, അങ്ങനത്തെ കുറച്ച് കോൺഫിഡൻസ് കുറവുകളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഉള്ള ഒരു ടെൻഷൻ വെച്ചിട്ടാണ് യങ് സീകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ he was unable to fly. പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. though his parents, his brothers and siblings scolded him. അവന്റെ പേരൻസ് എല്ലാം വന്ന് അവനെ വഴക്ക് പറയുന്നുണ്ട്. you starved to death എന്നൊക്കെ പറയുന്നുണ്ട്. നീ വിശന്ന് മരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും, ത്രട്ടൻ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ഇയാൾക്ക് എന്താണ്, കാര്യമായിട്ട് പോകുന്നില്ല. കാരണം എന്താ? because he was so afraid to fly. Now that was 24 hours ago. 24 hours ago എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുമ്പ് നടന്നിട്ടുള്ള കാര്യമായിരുന്നു അത്. Since then, പിന്നീട് അങ്ങോട്ട്, അപ്പം മുതൽ എന്ത് സംഭവിച്ചില്ല? Nobody had come near him. പിന്നീട് അങ്ങോട്ട് 24 മണിക്കൂർ മുമ്പാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. അവൻ ഓടി വരുന്നു, പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പറന്നു പോയിട്ടുണ്ട്, പേരൻസ് വന്ന് സ്കോൾഡ് ചെയ്യുന്നു. ഇതെല്ലാം 24 മണിക്കൂർ മുമ്പ്, കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളാണ്. പിന്നീട് അങ്ങോട്ട് തന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. So എന്താണ്? പക്ഷെ തനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? തൊട്ടപ്പുറത്ത്, കുറച്ച് ദൂരെയുള്ള അകലത്തിലുള്ള ഒരു ലെഡ്ജിന്റെ അവിടെ നിന്നിട്ട് തന്റെ പേരൻസ് തന്റെ ബ്രദേഴ്സിനെയും സിസ്റ്ററിനെയും ഫ്ലൈറ്റിംഗ്, അതായത് പറന്നുയരാൻ വേണ്ടിയിട്ടുള്ള പുതിയ ടെക്നിക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. പെർഫെക്റ്റിംഗ് ദം ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ്, പറക്കലിന്റെ വിദ്യയില്ലേ, ആ ഒരു ഇതിനെ നന്നായിട്ട് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, എങ്ങനെയാണ് തിരമാലകൾക്കിടയിലൂടെ പറന്ന് തന്റെ ഇര പിടിക്കുന്നത് എന്നുള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. He had in fact seen his older brother catch his first herring and devour it standing on a rock. അതുപോലെ തന്നെ തന്റെ വലിയ ബ്രദർ തന്റെ ബ്രദറിന്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ ബ്രദർ എങ്ങനെയാണ് പ്രേനെ പിടിക്കുന്നതും, ഹെറിങ്സ് പിടിക്കുക, ചെറിയ കുഞ്ഞു മത്സ്യങ്ങളെ പിടിച്ചിട്ട് അതിനെ ഭയങ്കര പ്രൈഡോട് കൂടി, അല്ലെ, അഭിമാനത്തോടു കൂടി എങ്ങനെയാണ് അതിനെ പാറപ്പുറത്ത് ഇരുന്നു കൊണ്ട് കഴിക്കുന്നത് എന്നുള്ളതെല്ലാം ആര് കാണുന്നുണ്ട്? യങ് സീകൾ സീയിങ് എവറിത്തിങ്. ഇതെല്ലാം അവന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ എന്താണ്, പേടി കാരണം തന്റെ ലെഡ്ജ് വിട്ടിട്ട് പോവാൻ എന്ത് പറ്റുന്നില്ല, കഴിയുന്നില്ല. while his parents circled around raising a proud cackle. അപ്പൊ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്, പേരൻസ് എല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് തന്റെ ബ്രദറിന്റെ സക്സസിനെ ഓർത്തിട്ട്. പക്ഷെ ഒരു കാരണവശാലും യങ് സീകളിന് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് എന്താണ്? he lacked courage, he lacked confidence, അല്ലെ? ഒരുപാട് പേടി, he is so afraid of doing things. അതുകൊണ്ട് തന്നെ he cannot
enjoy all these things. And all the morning, the whole, so we'll move on. And all the morning, the whole family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. അപ്പൊ എന്താ സംഭവിച്ചേ? അങ്ങനെ തന്റെ ബ്രദർ ഭയങ്കരമായിട്ട് അവിടെ പറക്കുന്നുണ്ട്, ഇരയെ പിടിക്കുന്നുണ്ട്, കുഞ്ഞു മീനുകളെ പിടിക്കുന്നുണ്ട്. പേരൻസ് എല്ലാം അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ എൻജോയിങ് ദംസെൽഫ്. എവിടെ നിന്നിട്ട് അവർ എൻജോയ് ചെയ്യുന്നത്? ഓൺ ആൻ ഓപ്പോസിറ്റ് ക്ലിഫ്. ക്ലിഫ് എന്ന് പറഞ്ഞാലും ഈ സെയിം സാധനമാണ്. ഉയർന്ന പാറകളെയാണ് നമ്മൾ ക്ലിഫ് എന്ന് പറയാ. അപ്പൊ ആ ക്ലിഫിന്റെ പരന്ന പ്രദേശത്തിലൂടെ ഇവരിങ്ങനെ നടന്ന് അവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് യങ് സീകളിന് തൊട്ടിപ്പുറത്തുള്ള ലെഡ്ജിൽ നിന്നിട്ടും ഓപ്പോസിറ്റ് ഉള്ള ലെഡ്ജിൽ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. Now the sun, and they were laughing at his cowardice എന്നാണ് പറയുന്നത്. cowardice എന്താണ്? ഭീരുത്വം അല്ലെ? ഭീരു ആണല്ലോ സീകൾ, യങ് സീകൾ എത്രമാത്രം ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നതും ഇവന് കാണാൻ പറ്റുന്നുണ്ട്. The sun was now ascending the sky, blazing warmly on his ledge that faced the south. So ascending the sky എന്ന് പറയുന്നത്, sun ascending the sky എന്ന് പറയുന്നത് it is sunrise now. അപ്പൊ അടുത്ത ദിവസമായിട്ടുണ്ട് അല്ലെ? It was blazing warmly on the ledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. Now there was not a single scrap of food left. എന്താ സംഭവിച്ചു? അങ്ങനെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ he was feeling the heat. സൺഷൈൻ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ he was feeling very heated. His body was so heated. എന്തുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ചൂട് തോന്നിയിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് പറയുന്നത്? Because he had not eaten since the previous nightfall. കഴിഞ്ഞ രാത്രി മുതൽ ഒന്നും തന്നെ ഭക്ഷിച്ചിട്ടില്ല. ആര്? The young seagull. ഭക്ഷിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല, ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ടയേർഡ് ആണ് ആള് ഭയങ്കരമായിട്ട് ടയേർഡ് ആണ്. അതുകൊണ്ട് തന്നെ തന്റെ ശരീരം വല്ലാണ്ട് ഹീറ്റ് അപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ നിൽക്കുന്ന ലെഡ്ജിന്റെ അങ്ങേ അറ്റത്ത് എന്ത് കണ്ടത്? At the end he saw a piece of mackerel's tail. What is mackerel? What is mackerel? It's a kind of fish. Mackerel, അയല മീൻ എന്ന് നമ്മൾ പറയില്ലേ, അയലക്കാണ് നമ്മൾ mackerel എന്ന് പറയുന്നത്. സാരഡൈൻ എന്ന് പറയുന്നത് മത്തിയാണ്. അതുപോലെ mackerel എന്ന് പറയുന്നത് അയലയാണ്. So he saw a piece of mackerel there at the far end of his ledge. അപ്പൊ അതും കൂടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്താണ്? അത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ ഒന്നുമില്ല. There is not a single scrap of food left. ഒരു ഭക്ഷണത്തിന്റെ ഒരു അവശിഷ്ടം പോലും എന്തില്ല, ഇനി ആ ലെഡ്ജിൽ ഇല്ല. So he had searched every inch, rooting among the rough dirt-caked straw nest where he and his brothers and sister had been hatched. He even gnawed at the dried piece of eggshell. It was like eating a part of himself. അങ്ങനെ നോക്കി നടന്നപ്പോ ബാക്കിയൊന്നുമില്ല, ഈ ഒരു മാക്കറലിന്റെ ടെയിൽ എൻഡ് മാത്രം കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ചു. ഇനി അവിടെ ഒന്നുമില്ല. ഇനിയിപ്പോ അവിടെ ആകെ കാണുന്നത് എന്താണ്? The dry caked straw nest ആണ്. അവര് പണ്ട് കൂട് കൂട്ടി താമസിച്ചിരുന്ന താനും തന്റെ സിബ്ലിങ്സും ഹാച്ച് ചെയ്ത ആ ഒരു നെസ്റ്റ് മാത്രമാണ്. ഡ്രൈഡ് കേക്ക്ഡ് ആണ് അല്ലെ? ഡ്രൈ ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് എന്നാണ് പറയുന്നത്. ഡേർട്ട് വെച്ചുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രോ നെസ്റ്റ് മാത്രമാണ് ഇനി അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഈവൻ നോവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എഗ്ഷെൽ. അപ്പൊ ഹാച്ച് ചെയ്ത് വന്നത് കാരണത്താൽ അവിടെ ഉണ്ടായിരുന്ന എഗ്ഷെൽസ് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? നോവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? തിന്നാൻ ശ്രമിക്കുക അല്ലെ? കാർന്ന് തിന്നാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചപ്പോ what did he feel? He felt like he was eating a part of himself. തന്നെ ഒരു ഭാഗം കഴിക്കുകയാണ് എന്നാണ് ആർക്ക് തോന്നിയത്? young seagull. Yes. He then tottered back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. But on each side of him the ledge entered in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep wide crack. അപ്പൊ എന്താ സംഭവിച്ചത്? He tottered back and forth. Totter ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുക അല്ലെ? He moved. Tot is another word for moved. He moved back and forth. മുന്നോട്ടും പിന്നോട്ടും അങ്ങനെ
നടന്നു നോക്കി. And his long grey legs stepping daintily എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര weak ആയിട്ടാണ് തന്റെ കാലുകളൊക്കെ, കാരണം അത്രയും tired ആയിട്ടുണ്ട് യങ് സീഗൾ. അതുകൊണ്ട് തന്നെ he was so weak, അത് ആ weak ആയിട്ട് he was moving forward and backward. എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? He was trying to find some means of reaching his parents. He was trying to find some means of reaching his parents without having to fly. പറക്കാതെ തന്റെ പേരൻസിന്റെ അടുത്ത് എങ്ങനെ എത്താം എന്ന് ആലോചിച്ചുകൊണ്ട്, അതിനൊരു വഴിയുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് യങ് സീകൾ ആ ലെഡ്ജിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ട് ചെയ്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? അപ്പൊ എന്താണ്? പറക്കാതെ പോവാം, പക്ഷെ നടന്നിട്ട് വേണം. Okay. But on each side of him, the ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep wide crack. എന്ന് പറഞ്ഞാൽ എന്താണ്? Though he was walking on that, ഒരു അറ്റത്ത് എത്തുമ്പോൾ പിന്നീട് കാണാൻ പറ്റുന്നത് എന്ത് മാത്രമാണ്? He could only see the fall of precipice and sea beneath. അതായത് he could only see the vast sea near him, അല്ലെങ്കിൽ beneath him, അല്ലെ? അവിടെ ലെഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പറക്കാതെ തന്നെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അറ്റത്തേക്ക് എത്തി നോക്കുമ്പോഴേക്കും വീണ്ടും കാണുന്നത് എന്താണ്? ഈ ഒരു സീ മാത്രമാണ് കാണാൻ പറ്റുന്നത്. And between him and his parents there was a deep wide crack. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പേരൻസിന്റെ അടുത്തോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്താണ്? There is a deep wide crack. അവിടെ ഒരു വലിയൊരു സ്പേസ് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. Is that clear? Surely he could reach them without flying if he could only move northwards along the cliff face. But then on what could he walk? ഇവിടെ പറയുന്നത് എന്താണ്? എന്തായാലും മുന്നോട്ട് പോയി അവിടെ എത്താനൊക്കെ പറ്റും പറക്കാതെ തന്നെ, പക്ഷെ അതിന് എന്ത് വേണം? നടക്കാനുള്ള ഒരു വഴി വേണം. നോർത്ത് വേർഡ്സിലേക്ക്, ക്ലിഫിന് ഫേസ് ചെയ്തിട്ടുള്ള നോർത്ത് വേർഡ്സിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നാ പറയുന്നത്? ഒരു വഴി വേണം. പക്ഷെ എന്തിന്റെ മുകളിലൂടെയാണ് നടന്നു പോവുക? ലെഡ്ജ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ്? there is a deep wide space എന്നാണ് പറഞ്ഞത്, അല്ലെ? deep wide crack ഉണ്ട്. ഈ ഒരു ലെഡ്ജും അവര് പേരൻസ് നിൽക്കുന്ന ക്ലിഫും തമ്മിൽ എന്തുണ്ട്? നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവിടെ ഒരു വഴി ഉണ്ടാവണമായിരുന്നു, എന്നാൽ നടന്നു പോവായിരുന്നു പറക്കാതെ. പക്ഷെ അങ്ങനെ ഒരു വഴിയുണ്ടോ? ഇല്ല. ഇതെല്ലാം എന്താണ്? അങ്ങനെ പോസിബിൾ ആയിരുന്നെങ്കിൽ, നമ്മൾ അങ്ങനെ പറയാറില്ലേ? നമുക്കൊരു പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, ഓ ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാമായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് മുന്നിൽ പോസിബിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഉള്ള പോസിബിലിറ്റീസിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള പേടി കൊണ്ട് നമ്മൾ അങ്ങനെ പറയാറില്ലേ? നമ്മൾ പുതിയ പുതിയ പോസിബിലിറ്റീസ് നമ്മൾ ആലോചിച്ച് നോക്കും, പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആവുന്ന കാര്യങ്ങളാവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ യങ് സീകൾ ഇവിടെ ചെയ്യുന്നത്. Now, there was no ledge and he was not a fly, and above him he could see nothing. The precipice was sheer and the top of it was perhaps farther away from the sea beneath him. So അവിടെ എന്താണ്? അവർ നിൽക്കുന്ന ആ ഒരു ക്ലിഫ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എത്രയും ദൂരമാണ്. പറക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷനും ആർക്കും ഉണ്ടായിരുന്നില്ല. യങ് സീഗൾ didn't have any other option. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wing, he closed one eye and then the other and pretended to be falling asleep. Still they took no notice of him. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk in their necks, and his father was preening the feathers of his white back. Only his mother was looking at him. അപ്പൊ ഇനി ഒരു നിവൃത്തിയില്ല, പറക്കല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല മനസ്സിലാക്കിയപ്പോ യങ് സീകൾ എന്ത് ചെയ്തു നോക്കി? ഒരു അടവെടുത്ത് നോക്കി, അല്ലെ? ഒരു അടുത്ത നമ്പർ ഇറങ്ങി നോക്കി. എന്തായിരുന്നു നമ്പർ? He stepped slowly onto the brink of the ledge. ആ ലെഡ്ജിന്റെ അഗ്രഭാഗത്തിലേക്ക് പതുക്കെ പോയി അവിടെ നിന്നു. And then he stood on one leg. ഒറ്റക്കാലിൽ നിന്നിട്ട് മറ്റേ കാല് എന്ത് ചെയ്തു? He hid it under his wing. തന്റെ ചിറകുകൾക്ക് പിന്നിലേക്ക് ആ ഒരു കാല് മറച്ചു വെച്ചിട്ട് ഒറ്റ കാലിൽ നിന്നുകൊണ്ട് he pretended to be sleeping. കണ്ണെല്ലാം അടച്ച് താൻ ഉറങ്ങിപ്പോവാണ് എന്ന രീതിയിൽ, അതായത് താൻ അത്രയും ടയേർഡ് ആണ്, ഒരു രക്ഷയില്ല എന്ന രീതിയിൽ
എന്ത് ചെയ്തു? താനിപ്പോ മരിച്ചു പോകും എന്നുള്ള രീതിയിലെല്ലാം പ്രിറ്റൻഡ് ചെയ്ത് നിന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തൊട്ടടുത്തുള്ള ഓപ്പോസിറ്റുള്ള ക്ലിഫിൽ നിന്ന് തന്റെ പേരൻസ് നോട്ട് ചെയ്ത ഒരു പക്ഷെ അവനെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷിച്ച് അപ്പുറത്തേക്ക് എത്തിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ടുള്ള ഫുഡ് എല്ലാം കൊണ്ടുവന്ന് തരുമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ബട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? നോ, നോ വൺ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവന്റെ ഫാദർ അവനെ തിരിഞ്ഞു നോക്കിയില്ല, ബ്രദേഴ്സ് നോക്കിയില്ല, സിസ്റ്ററും നോക്കിയില്ല. പക്ഷെ അവർ അവരുടേതായ രീതിയിൽ അവിടെ എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. His father was preening the feathers on his white back. Preening ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പക്ഷികളൊക്കെ ഇങ്ങനെ ചിറകുകളിൽ ഇങ്ങനെ കുത്തി കുത്തി ഇരിക്കൂലേ, they are cleaning that. Preening എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And only his mother was looking at him. ആര് മാത്രമാണ് ശ്രദ്ധിച്ചത്? അമ്മ മാത്രം ജസ്റ്റ് ഒന്ന് മൈൻഡ് ആക്കി, അല്ലെ? അത്രേ സംഭവിച്ചിട്ടുള്ളൂ. And she was standing on a little high hump on the plateau, her white breast thrust forward, and now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his beak now and again. So അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവിടെ അമ്മ മാത്രമാണ് നോക്കുന്നുള്ളത്. പക്ഷെ അമ്മ എങ്ങനെയാണ് നോക്കുന്നത്? അമ്മ ഒരു ഉയർന്ന പ്ലാറ്റ്യൂവിൽ അവിടെ ഒരു ഉയർന്ന ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് she has thrust her breast forward, and then she was tearing a piece of fish that lay at her feet, and she scraped each side of the beak on the rock. തന്റെ ചുണ്ടുകളെല്ലാം മൂർച്ച കൂട്ടിക്കൊണ്ട് അതുപോലെ തന്നെ തന്റെ കയ്യിലുള്ള ഫിഷിനെ tear ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ആക്കാണ് ആര് ചെയ്യുന്നത്? അമ്മ ചെയ്യുന്നത്. മദർ സീഗൾ വാസ് ഡൂയിങ് ദാറ്റ്. ആൻഡ് ദാറ്റ് സൈറ്റ്, ആ ഒരു കാഴ്ച, ആ ഫുഡിനെ, ആ മീനെല്ലാം അവിടെ കാണുന്ന, ഫുഡെല്ലാം അവിടെ കാണുന്ന ആ കാഴ്ച, ഇറ്റ് മാഡൻഡ് ദ യങ് സീഗൾ. അത് കണ്ടപ്പോൾ നമ്മുടെ യങ് സീഗളിന് എന്ത് സംഭവിച്ചു? ഹി വാസ് സോ മാഡ് അബൌട്ട്, ഹി വാസ് സോ മാഡ്, ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ഭക്ഷണം കണ്ടു കഴിഞ്ഞ് ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഹി വാസ് മാഡൻഡ് ബൈ ദാറ്റ് സൈറ്റ്. How he loved it. He was thinking, ഞാൻ എത്രമാത്രം ഇങ്ങനെ ഭക്ഷണത്തിനെ കീറി മുറിച്ച് അല്ലെങ്കിൽ മീനിനെ ഇങ്ങനെ കൊത്തി കീറി മുറിച്ച് കഴിക്കാൻ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം ആലോചിക്കുകയാണ്. And now and again to wet it, he uttered a low cackle, and his mother cackled too and looked at him. So അത് കണ്ട് he was maddened by the sight of food, and what he did, he made a voice. അമ്മയോട് കരഞ്ഞു പറയാണ് അല്ലെ. സാൻ തിരിച്ച് അമ്മ എന്ത് ചെയ്തു? മദർ ഓൾസോ cackled a voice back to him. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. Ga ga ga, he cried, begging her to bring him over some food. കൂടുതൽ ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബെഗ് ചെയ്യാണ് അല്ലെ, ഭക്ഷണം കൊണ്ടു തരുമോ എന്നുള്ളത്. Gwalua, she screamed back mockingly. പക്ഷെ അമ്മ എന്താ ചെയ്തത്? Mockingly എന്ന് പറഞ്ഞാൽ എന്താ? Mocking means കളിയാക്കുക എന്നുള്ളതിനെയാണ് mocking ചെയ്യുക എന്ന് പറയുന്നത്. Okay. But he kept calling plaintively, and after minutes or so he uttered a joyful scream. His mother had picked up a piece of fish and was flying across to him with it, and he leaned out eagerly, tapping the rock with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അങ്ങനെ യങ് സീഗൾ കരഞ്ഞു വിളിക്കുന്നുണ്ട് അമ്മയോട് ഭക്ഷണം കൊണ്ടുതരാൻ. പക്ഷെ അമ്മ അവിടെ നിന്നിട്ട് കളിയാക്കുകയാണ് ചെയ്തത്. പക്ഷെ പെട്ടെന്ന് യങ് സീഗൾ felt so happy, ഭയങ്കര joyful ആയിട്ട് സ്ക്രീം ചെയ്തു. എന്തായിരുന്നു കാഴ്ച? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്? Because his mother has picked up a piece of fish. അവിടെ നിന്നിട്ട് ഒരു ഫിഷിന്റെ പീസ് എടുത്തിട്ടുണ്ട്. And then she was flying across to him. തന്റെ അടുത്തോട്ട് അമ്മ ഫിഷ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ he was so happy. And he leaned out eagerly, tapping the rock with his feet, trying to get nearer to her. അപ്പൊ ആ റോക്കിന്റെ ഏറ്റവും അറ്റത്ത് പോയി നിന്നിട്ടുണ്ട്, കാരണം അത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം അമ്മയുടെ ചുണ്ടിൽ നിന്ന് എടുക്കാം എന്ന് വിചാരിച്ചിട്ട്. But what happened? But when she was just opposite him, തൊട്ട് മുന്നിലായി നിന്ന സമയത്ത് what happened? She halted. Halt ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് നിർത്തുക, ഒന്ന് ഹാങ് ഔട്ട് ചെയ്യുക അല്ലെ, ഒന്ന് ഹോൾട്ട് ചെയ്ത് നിന്നു. Her legs hanging limp, she just stopped there, her wings motionless. അങ്ങനെ പറക്കലൊക്കെ ഒന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് എയറിൽ സ്റ്റേബിൾ ആയിട്ട് നിന്നു. And the piece of fish in her beak, fish അപ്പോഴും
അമ്മയുടെ ചുണ്ടിലാണുള്ളത്. ഓൾമോസ്റ്റ് വിത്തിൻ ദ റീച്ച് ഓഫ് ഹിസ് ബീക്ക്. യങ് സീഗളിന്റെ ചുണ്ടിനോട് അടുത്താണ്, എന്നാൽ സീഗളിന് പെട്ടെന്ന് അങ്ങോട്ട് എത്തൊന്നുമില്ല. ആൻഡ് മദർ സ്റ്റോപ്ഡ് there. ഓക്കെ, അത്രയും ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും എടുത്തിട്ടുണ്ടായിരുന്നേന്ന് തോന്നുന്നു. isn't it? എക്സൽ വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. സോ ഇപ്പൊ ഇത്രയും പോർഷൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ അല്ലെ? ഫൈൻ. സോ വിൽ ഗിവ് you can just take a few minutes break, ഒരു 2 to 3. ലീവ് ആയി പോകുന്നു വേണ്ട, ജസ്റ്റ് പോയിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ you can just take a 2 to 3 minutes break and then come back immediately. Okay, so we'll continue. He waited a moment in surprise, wondering why she did not come near. So അപ്പോൾ നമ്മൾ എവിടെയാ നിർത്തിയത്? അമ്മ ഭക്ഷണം കൊണ്ടുവരുന്ന കണ്ട young seagull, he was so happy, but when mother reached just near him, what happened? She just halted for a moment. She stopped flying. Her wings were motionless. Motionless എന്ന് പറയുന്നത് എന്താണ്? അനങ്ങാതെ അല്ലെ, ചലിക്കാതെ നിൽക്കുകയാണ്. Her wings were motionless and the piece of fish in her beak was almost near the reach of his beak. Young seagullന്റെ ബീക്കിന്റെ തൊട്ടടുത്തായിട്ട് the piece of fish was there, but he didn't get that. And he waited a moment in surprise, wondering why she did not come near. And the young seagull was wondering why his mother did not come near him. And then, maddened by hunger, he dived at the fish. പക്ഷെ എന്താ സംഭവിച്ചത്? വിശന്ന് ഭ്രാന്തായി നിൽക്കുക അല്ലെ, വിശന്ന് വലഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭക്ഷണം തൊട്ടടുത്ത് കണ്ടതോടുകൂടി മറ്റൊന്നും ചിന്തിക്കാതെ what happened? He just dived at the fish. Dive ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? He moved towards the fish. With a loud scream, he fell outwards and downwards into the space. His mother had swooped upwards. As she passed beneath her, he heard the swish of her wings. അപ്പോൾ എന്താ സംഭവിച്ചത്? ഭക്ഷണം കണ്ടപ്പോൾ ആർത്തി അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഭക്ഷണം കണ്ടതും he was so maddened by hunger, and then he dived towards the fish and he fell outwards and downwards. അവിടെ അങ്ങനെ he started to move into the air. Then a monstrous terror seized him and his heart stood still. അപ്പൊ പെട്ടെന്ന് എന്താ ചെയ്തത്? അങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പറന്നു പോയി. പക്ഷെ എന്താണ്? he was പെട്ടെന്നാണ് എന്ത് ഓർമ്മ വന്നത്? താൻ പറക്കാൻ ശ്രമിച്ചല്ലോ എന്നുള്ള കാര്യം വീണ്ടും ഓർമ്മ വന്ന് he was so in terror. He was terror, the monstrous terror seized him എന്നാണ് പറയുന്നത്. ടെറർ അവനെ പിടിച്ചു. And his heart stood still. പെട്ടെന്ന് എന്താണ്? ഒരു ഷോക്ക് പോലെ തന്റെ ഹൃദയമിടിപ്പ് നിന്ന പോലെ തോന്നി. He could hear nothing. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. But it only lasted a moment. The next moment he felt his wings spread outwards and the wind rushed against his breast feathers and then under his stomach and against his wing. He could feel the tips of his wings cutting through the air, and he was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. അപ്പോൾ എന്താ സംഭവിച്ചത്? He attempted to fly. He just fell from the ledge. അല്ലെ, ലെഡ്ജിന്റെ മുകളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പറന്ന് പോവാൻ ശ്രമിച്ചു, അറിയാതെ അല്ലെ, മനസ്സുകൊണ്ട് അറിയാതെ ഭക്ഷണത്തെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആവേശത്തില് പെട്ടെന്ന് പറക്കാൻ ശ്രമിച്ചു. He fall down. ആ ലെഡ്ജിന്റെ മുകളിൽ നിന്ന് വീഴാണ് ചെയ്തത്. പക്ഷെ വീണ് താഴത്തോട്ട് പോയോ? ഇല്ല. ഉടനെ തന്നെ naturally what happened? His wings started to open outwards. Wings എല്ലാം ഓപ്പൺ ആയി, അതിലേക്ക് കാറ്റ് എയറും വിൻഡ് എല്ലാം കയറാൻ തുടങ്ങി. And he was starting to fly. He had started to fly. പക്ഷെ ഒരു നിമിഷം എന്താണ്? താൻ പറക്കാൻ തുടങ്ങുകയാണല്ലോ എന്ന് ആലോചിച്ച ആ ഒരു നിമിഷം എന്ത് സംഭവിച്ചു? He was feeling terror. He was held up with terror in him. Is that clear? So he made his very first attempt at flying there. അപ്പൊ അമ്മ അവിടെ ഒന്ന് ഹോൾട്ട് ചെയ്തത് കൊണ്ടാണ്, അമ്മക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പണി എടുത്താൽ മാത്രമേ അവൻ പറക്കാൻ ശ്രമിക്കുള്ളൂ എന്ന് മനസ്സിലായപ്പോ അമ്മ അവിടെ ഹോൾട്ട് ചെയ്തതോടെയാണ് എന്ത് സംഭവിച്ചത്? He could fly. അല്ലെ, he could fly there. He uttered a joyous scream and flapped them again. He soared higher. Soar ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? Started to fly എന്ന് മീനിങ് ആണ്. So he was so happy about his first flight. തനിക്ക് പറക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ച് പിന്നെയുള്ള നിമിഷങ്ങളിൽ എന്താണ്?
സന്തോഷമായിരുന്നു. അതിന് തൊട്ട് മുമ്പുള്ള മൊമെന്റ് വരെ എന്തായിരുന്നു അവസ്ഥ? ഹി വാസ് സോ അഫ്രൈഡ് ടു ഫ്ലൈ. തന്റെ വിങ്സ് തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ള പേടി. അതുപോലെ തന്നെ മുന്നിൽ കാണുന്ന സീ അല്ലെ, ഇതെല്ലാം പേടിച്ചു നിൽക്കുന്ന ഒരു യങ് സീകളിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ അറ്റ് എ പെർട്ടിക്കുലർ മൊമെന്റ്, പർട്ടിക്കുലർ ആയിട്ടുള്ള ചെറിയൊരു മൊമെന്റ്, ചെറിയൊരു ടൈമിൽ തന്നെ എന്ത് സംഭവിച്ചു? നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിച്ചു? he had started to fly. He started to flap his wings അല്ലെ, തന്റെ വിങ്സ് എല്ലാം പറത്തി അടിപൊളിയായിട്ട് ഉയരങ്ങളിലേക്ക് തന്നെ soar ചെയ്ത് പറക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു? young seagull was happy, he could do that, and he was so happy about that. He gave a joyous scream. സന്തോഷത്തിന്റെ ഒരു ഉച്ചത്തിൽ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് നടക്കാണ്. he raised his breast and banged against the wing. Ga ga ga. Golu, his mother, swooped past him, her wings making loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and sisters flying around him, soaring and diving. അപ്പൊ എന്താണ്? They were all happy. ഫാദറിനും മദറിനും ബ്രദറിനും ബ്രദേഴ്സിനും സിസ്റ്ററിനും എല്ലാം they were all happy, they were all cheering. എന്താണ്? നമ്മുടെ യങ് സീകളിന്റെ ഈ ഒരു സക്സസിനെ അവരെല്ലാരും ചിയർ ചെയ്ത് they were enjoying that moment അല്ലെ? Then he completely forgot that he had not always been able to fly and commenced to dive and soar, shrieking shrilly. ആ ഒരു മൊമെന്റിന് ശേഷം he forgot that he was unable to fly. ഇത്രയും നേരം എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിച്ച് പേടിച്ച് നിന്നിരുന്ന ഞാനായിരുന്നല്ലോ എന്നുള്ള കാര്യം പോലും ആര് മറന്നുപോയി? യങ് സീകൾ മറന്നുപോയി. സോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഫസ്റ്റ് പറക്കുന്ന സമയത്ത് പേരൻസ് എല്ലാം, നമ്മളൊക്കെ ചിലപ്പോ ഫസ്റ്റ് ടൈം നടക്കാൻ ശ്രമിച്ച സമയത്തെല്ലാം നമ്മുടെ പേരൻസും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് എല്ലാം ഇത്രമാത്രം ഹാപ്പി സന്തോഷമായിട്ടുണ്ട്. they might have enjoyed that moment അല്ലെ? നമ്മളിപ്പോഴും നമ്മുടെ താഴെയുള്ള അനിയന്മാരും അനിയത്തിമാരും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള കുട്ടികളൊക്കെ ആദ്യമായിട്ട് നടക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും കൗതുകമാണ് അല്ലെ? we cheer up them അല്ലെ? നമ്മൾ അവരെ എന്താണ് അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക, അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്തത്? പേരൻസ് ചെയ്തത്. പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് മാത്രം? അമ്മ എന്ത് ചെയ്തു? she made a technique. എന്താണ്? അതുവരെ പറന്നു വന്നിട്ട് പെട്ടെന്ന് ഹോൾട്ട് ചെയ്ത് നിന്നുകൊണ്ട് she just stopped there, and that gave the moment for the young seagull to fly. Right? Yes or no? Hello? Okay, fine. So his mother was really supporting him അല്ലെ? അവര് മാറിപ്പോയത് തന്നെ ചിലപ്പോ എന്തായിരിക്കും? ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറന്നു വരട്ടെ എന്ന് അതിന് വേണ്ടിയിട്ടായിരിക്കും അവര് മുമ്പ് എന്ത് ചെയ്തത്? ഈ ലെഡ്ജിൽ നിന്നും മറ്റൊരു ലെഡ്ജിലേക്ക് പറന്നു പോയത് വരെ അല്ലെ? Okay, so shall we continue? ഇനി ഒരു ചെറിയ പോർഷനും കൂടെ ഉള്ളൂ. We'll be winding up this chapter also. Okay, so he was near the sea now, flying straight over it, facing out over the ocean. He saw a vast green sea beneath him, with little ridges moving over it, and he turned his beak sideways and crowed amusedly. And his parents and his brothers and his sisters had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his leg to stand on the green sea, and his legs sank into it. He screamed with fright and attempted to rise again, flapping his wings. But he was tired and weak with hunger, and he could not rise. Exhausted by the strange exercise, his feet sank into the green sea, and then his belly touched it, and he sank no further. He was floating on it, and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish, and he had made his first flight. അപ്പൊ എന്താ ചെയ്തത്? എയറിൽ അങ്ങനെ പറക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം he could see the ocean. ഇപ്പൊ തന്റെ മുന്നിൽ കാണുന്ന സീയോ ഓഷ്യനോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ അവന് പേടി തോന്നില്ല. he has forgotten about his fear of flight. തനിക്ക് പറക്കാനുള്ള പേടിയെ പറ്റി ആര് മറന്നുപോയിട്ടുണ്ട്? young seagull has forgotten that, and now എന്താണ്? അടുത്ത അറ്റംപ്റ്റിലേക്ക് പോവാണ് അല്ലെ? അടുത്ത അറ്റംപ്റ്റ് എന്താണ്? അവര് ഗ്രീൻ സീയിലേക്ക് ഇറങ്ങാൻ പോവാണ്. സീയിലും കയറി ഇറങ്ങിയിട്ട് എങ്ങനെ ഫിഷിനെ അല്ലെങ്കിൽ പ്രേ കൊത്തിയെടുക്കാം എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് ഗ്രീൻ സീയിൽ ഇറങ്ങിയപ്പോ what did he feel? He dropped his leg to stand on the green sea. His legs sank into it. പെട്ടെന്ന് അത് അതിലേക്ക്
മുങ്ങിപ്പോവാണ് ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്. അപ്പൊ അങ്ങനെ സംഭവിച്ചപ്പോൾ വീണ്ടും പേടി കൊണ്ട് അവൻ കരയാണ് ചെയ്യുന്നത്. ആൻഡ് attempted to rise again. പക്ഷെ പൊങ്ങാൻ ശ്രമിച്ചു, but he couldn't. Flapping his wings, but he tried and his weak with hunger. താൻ വിശന്ന് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് പെട്ടെന്ന് പറന്നുയരാൻ പറ്റിയില്ല. മറിച്ച് എന്താണ്, he was so exhausted and his feet sank into the green sea and then his belly touched it. അങ്ങനെ കാല് മുങ്ങിപ്പോയി, പിന്നെ belly എന്ന് പറഞ്ഞാൽ എന്താണ്, വയറാണ്. വയറ് ഭാഗവും കൂടെ അവിടെ ടച്ച് ചെയ്തപ്പം പിന്നെ അവൻ മുങ്ങിപ്പോയതൊന്നുമില്ല. അവിടെ he was floating there, he was floating on it. And around him, അങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് around him, who were there around him? His parents and his siblings were around him praising him. അവനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവനെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ ചുറ്റിലും തന്റെ പേരൻസും തന്റെ സിബ്ലിങ്സും എല്ലാവരും ഉണ്ടല്ലോ ഉള്ളതായിട്ട് കാണുന്നു. And they were offering him the dog fish. Dog fish എന്ന് പറയുന്നത് kind of fish ആണ്, മേ ബി the good fish that they can get. ഏറ്റവും നല്ല മീനായിരിക്കും അവർക്ക് കിട്ടുന്ന നല്ല മീനാണ് ഈ dog fish എന്ന് പറയുന്നത്. So they were eating that. അത് കൊടുക്കുകയാണ് അല്ലെ, തന്റെ ബീക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പേരൻസും സിബ്ലിങ്സും ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. So he was so happy, and that is the way he made his first flight. He made his first flight. So ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട്, ടെൻഷൻ ആയിക്കൊണ്ട്, പേടി ഉണ്ടായിക്കൊണ്ട്, അഫ്രൈഡ് ആണ്, ഫ്രൈറ്റൻഡ് ആണ്, ഒരുപാട് ത്രെറ്റ്സ് കേട്ടുകൊണ്ടാണ് his first flight. ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് his parents were മനഃപൂർവ്വം അവരെന്ത് ചെയ്യായിരുന്നു, അവോയ്ഡിങ് ഹിം ആയിരുന്നു അല്ലെ, അവനെ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുക, അല്ലെങ്കിൽ അവൻ തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവർ മാറി നിന്നു. പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പം മദർ എന്ത് ചെയ്തു, ഷീ അപ്ലൈഡ് എ ടെക്നിക് അല്ലെ, അവിടെ തൊട്ട് മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്ന് നിന്നുകൊണ്ട് ഹോൾട്ട് ചെയ്തു. നമ്മളിങ്ങനെ ചെയ്യില്ലേ, ചെറിയ കുട്ടികൾ നടക്കാൻ വേണ്ടിട്ട് കുറച്ച് മാറി നിന്ന് കൈ ഇങ്ങനെ വെച്ചു കൊടുക്കും, അപ്പൊ അവരെന്ത് ചെയ്യും, അവര് നടന്നു വരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു ശ്രമമാണ് ഇവിടെ ആര് ചെയ്തത്, സീകളിന്റെ, യങ് സീകളിന്റെ മദർ സീകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. So that is the first way how he overcame his lack of confidence, his lack of courage. ആ ഒരു ധൈര്യത്തെ, ധൈര്യമില്ലായ്മയെ അല്ലെങ്കിൽ ആ ഭീരുത്വത്തെ എങ്ങനെയാണ് അവൻ ഓവർകം ചെയ്തത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്ക് എന്തെങ്കിലും ഫിയർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ അറ്റംപ്റ്റ് ചെയ്യണം. ആ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാനാണ് നമുക്ക്, അല്ലെങ്കിൽ സംസാരിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കണം അല്ലെ, നമ്മൾ പരിശ്രമിച്ച് നോക്കണം. എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, ഞാനൊന്ന് ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് ആലോചിച്ചുകൊണ്ട് we have to come forward. അത്രയാണ് ഇവിടെ he attempted. believe in yourself. ലാലു കൃഷ്ണ പറയുന്നു, വെരി ഗുഡ്, we have to believe in ourselves. എന്നെ കൊണ്ട് പറ്റും. ഇവിടെ നമ്മുടെ സീകളിന് തോന്നുകയാണ് എന്റെ ചിറകെന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നുള്ള ഫിയർ ആയിരുന്നു. പക്ഷെ അതല്ല, എന്നെ കൊണ്ട് പറ്റും, എന്റെ വിങ്സ് എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യും, ഐ എം ബോൺ ടു ഫ്ലൈ എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അല്ലെ. So that is what happened here. So you have to understand all these things, and when a problem come to your life, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ circumstances, ഇതുപോലത്തെ circumstances ആണോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം, യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ് അല്ലെ, യു ഹാവ് ടു ബി ഒപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ സെൽഫ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഓവർകം ചെയ്ത് പോവാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. Isn't it? Is that clear? What about the chapter? Is it clear to you? Okay. Now you do one thing. ഒരു ക്വിക്ക് ആയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് പെട്ടെന്ന് വായിച്ചേ, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഈ ഹോൾ ചാപ്റ്ററിലൂടെ ഒന്ന് ഓടിച്ചു വിട്ടിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പ്ലീസ് ക്ലിയർ ഇറ്റ് യുവർ സെൽഫ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ്. എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Everyone please read. അത് Abe's first speech ഉം ഈ ചാപ്റ്ററും, അതായത് his first flight, ഇത് രണ്ടും you have to read right now. ക്വിക്ക് ആയിട്ട് റീഡ് ചെയ്യുക കേട്ടോ. And then if you find any doubts, ഏതെങ്കിലും പോർഷൻ ക്ലിയർ അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ you can ask me. Okay, now read. എന്ന് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask me. Anyone please, what is your opinion about young seagull or about this chapter, his first flight? Someone please unmute and speak. Just in few lines, and just a sentence is also enough. What do you think about the young seagull or about the whole chapter?
ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ യങ് സീകളിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? Okay, then I'll call someone. So totally ഈ chapter എന്താണ് എന്നുള്ളത്, can you see a box here about the author? Here, can you see a box here? Okay, so the second paragraph of that box, I will read that together. His first flight relates the importance of independence and self-confidence, as well as the need to remain involved in family life. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. What is it? So that is about what his first flight is. ഈ ചാപ്റ്റർ എന്താണ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? It relates the importance of independence and self-confidence. So അവിടെ പറയുന്നുണ്ട് ഒരാൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കണം, അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു അല്ലേ? സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വി ക്യാൻ വർക്ക് അല്ലെ? നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസ്, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസും വിശ്വാസവും, വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്, എന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? വി ക്യാൻ ഡു സംതിങ് അല്ലെ? നമുക്ക് കറേജിയസ് ആയിട്ട് എന്ത് ചെയ്യണമെങ്കിലും വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ ബിലീവ് ഇൻ അവർ സെൽഫ്, റൈറ്റ്? സോ വി ഷുഡ് ഹാവ് സെൽഫ് കോൺഫിഡൻസ് as well as the need to remain involved in family life. ഈ ഒരു ചാപ്റ്ററിലൂടെ ഫാമിലി ലൈഫിന്റെ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. നമുക്ക് ഫാദറിനെ പറയുന്നുണ്ട്, മദറിനെ പറയുന്നുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ പറയുന്നുണ്ട്. സോ ഒരു ഫാമിലി ലൈഫാണ് ഇവിടെ പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻഡിപെൻഡന്റ് ആവണം, നമ്മൾ സെൽഫ് കോൺഫിഡന്റ് ആവണം, അതേസമയം നമ്മൾ എന്തും ഉണ്ടാവണം, we should have family life. നമ്മൾ ഫാമിലിയോടും എന്ത് കാണിക്കണം? അഫെക്ഷൻസ് കാണിക്കണം. we should have connection with our family അല്ലെ? അതെല്ലാം ഇവിടെ പറയുന്നത്. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. ഇത് രണ്ടും എന്താണ്? self-esteem, self-reliance. എന്താണ്? what is self-esteem? ആത്മാഭിമാനം അല്ലെ? സ്വന്തമായിട്ട് നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവണം. we should be proud of ourselves. നമുക്ക് നമ്മളെ പറ്റി ഓർത്ത് തന്നെ അഭിമാനം ഉണ്ടാവണം. we should have എന്താ? സെൽഫ് എസ്റ്റീം ഉണ്ടാവണം. and what he say? we should have self reliance. എന്താണ് സെൽഫ് റിലയൻസ്? സ്വയം പര്യാപ്താവുക അല്ലെ? അല്ലെങ്കിൽ സ്വയം നമ്മളെ തന്നെ ആശ്രയിക്കുന്നത്, നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ, സെൽഫ് റിലയൻസ് ഉണ്ടാവണം. we should be self reliant, right? so we should be independent, we should be self confident, we should have family relations, we should have self esteem and self reliance. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിന് മനസ്സിലാക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത്? ലിയാം ഒ ഫ്ലഹേർട്ടി പറയുന്നത്. So he was an Irish novelist and known for his short story writings. Usually he deals with psychological problems and the ways to overcome it. ഇതിലൊരു psychological problem കാണുന്നുണ്ടോ ഈ ഒരു സ്റ്റോറിയിൽ? Do you find any psychological problem in this story? Yeah, what is that psychological problem? എന്തായിരുന്നു സീകളുടെ പ്രോബ്ലം? what was that exact problem? ഫിയർ ആയിരുന്നു. okay സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം സൈക്കോളജിക്കൽ ആണ് അല്ലെ? നമ്മുടെ മൈൻഡിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. നമുക്ക് പേടി തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് തോന്നുന്നതൊക്കെ നമ്മുടെ മൈൻഡിന്റെ പ്രോബ്ലം ആണ്. സോ അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നാ പറയുന്നത്? അതിനെ നമ്മൾ പറയില്ലേ ഇങ്ങനെ ടെൻഷൻ ഒക്കെ ഉള്ളവർ കൗൺസിലിംഗ് ചെയ്യണം എന്നാണ് നമ്മൾ പറയുക അല്ലെ? അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്തത്? പേരൻസ് എല്ലാം സപ്പോർട്ട് ചെയ്തു ആ പേടിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചു. അങ്ങനെയാണല്ലോ ഓവർകം ചെയ്തത്. സോ ഇവിടെ അതാ പറയുന്നത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ സെൽഫ് എസ്റ്റീം ഹോൾഡ് അപ്പ് ചെയ്ത് സെൽഫ് റിലയന്റ് ആയിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഫിയേഴ്സിനെ, നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മേനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ക്ലിയർലി പോർട്രേഡ് ഇൻ ദിസ് particular short story അല്ലെ? ഈ സ്റ്റോറിയിൽ അതെല്ലാം ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? ഓക്കെ, സോ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സോ ഇനി വിൽ വൈൻഡ് അപ്പ് ഹിയർ നൗ. I think everyone is clear with that. 2 chapters നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ചും അതുപോലെ തന്നെ his first flight എന്ന് പറയുന്നു. എയ്ബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് it's a anecdote taken from the life of Abraham Lincoln. Yeah,
And the second chapter എന്ന് പറയുന്നത് ലിയാം ഓഫ് ഫ്ലഹർട്ടിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ആണ്. ഇറ്റ്സ് അബൌട്ട് ദ ലൈഫ് ഓഫ് എ യങ് സീഗൾ who was so afraid to fly. പറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേടിച്ചിരുന്ന ഒരു സീകളും and how his parents helped him or supported him to fly എന്നുള്ളതുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. So we'll wind up that. അതിനു മുമ്പ് what you have to do is അടുത്ത ക്ലാസ്സിലാവുമ്പോഴേക്കും you have to make notes on these two chapters. നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമ്മറി പോലെ വാട്ട് ഇസ് ദിസ് ചാപ്റ്റർ അബൌട്ട് എന്നുള്ളത് നിങ്ങൾ രണ്ട് ചാപ്റ്ററിന്റെയും എഴുതണം. ആൻഡ് യു ഹാവ് ടു റീഡ് ദ ബോത്ത് ചാപ്റ്റേഴ്സ്. രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സയൻസ് ആയതുകൊണ്ട് ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും എന്നറിയാം. എന്നിരുന്നാലും കുറച്ച് ഇതിനൊരു 10-15 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചാൽ പോരെ. ഈ രണ്ട് ചാപ്റ്റേഴ്സിന് ഒരു 15 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ എടുത്ത് ഈ രണ്ട് ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് യു ഹാവ് ടു മേക്ക് സമ്മറീസ് ഫോർ ബോത്ത് ദീസ് ചാപ്റ്റേഴ്സ്. Okay, and another task എന്ന് പറയുന്നത് നിങ്ങൾ you have to write on your first experience of a stage program, either speech അല്ലെങ്കിൽ poem, recitation. ഇതിനു വേണ്ടിയിട്ട് how did you appear on the stage for the first time എന്നുള്ളതിനെ പറ്റിയിട്ട് your കാര്യങ്ങൾ എന്ത് എഴുതണം? You have to write it down. ഷോർട്ട് മതി, ഒരു 1 or 2 പാരഗ്രാഫിൽ എഴുതി നിർത്തുക. ഒരു പേജിന്റെ ഒരു സൈഡ് മാത്രം എഴുതിയാലും മതി. ബട്ട് ദാറ്റ് ഷുഡ് ബി വെരി ജെന്യുവിൻ. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയതായിരിക്കണം. എവിടെ കോപ്പി അടിച്ച് ഇതാക്കിയിട്ട് എഴുതി ആവരുത്. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനക്ഡോട്ട് ആവണം. ഇസ് ഇറ്റ് ക്ലിയർ? ആൻഡ് യു ഹാവ് ടു സെൻഡ് ദാറ്റ് tomorrow morning itself to my number. You have all guys have my number, right? അതൊരു നല്ലൊരു A4 ഷീറ്റ് എടുത്തിട്ട് you have to write yourself. Okay, is that clear? Okay, fine. So I think we will wind up today.